അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ, അടിമത്വവും ഇസ്ലാമുമായി ബന്ധപ്പെട്ട് 3 വീഡിയോ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ പാർട്ട് 1 കഴിഞ്ഞ തവണ നമ്മൾ പ്രസിദ്ധീകരിച്ചിരുന്നു. അതിൽ പ്രധാനമായിട്ടും 4 പോയിന്റുകൾ ഞാൻ സൂചിപ്പിച്ചു. അത് നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടാവണം. അതിലൊന്ന്, അന്ന് നിരന്തരമായ യുദ്ധങ്ങൾ, അധിനിവേശങ്ങൾ നടന്നിരുന്ന കാലമായതുകൊണ്ടും അന്ന് പൊതുവായ ഒരു രീതി എന്ന് പറയുന്നത് ശത്രുക്കളെ മുഴുവനായിട്ട് കൊല്ലുക എന്നുള്ളതാണ്. അതിൽ നിന്നും അല്പം പ്രോഗ്രസീവായിട്ടുള്ളൊരു സിസ്റ്റമായിട്ടാണ് സ്ലേവറി സിസ്റ്റം നിലവിൽ വരുന്നത്. മുഴുവൻ ആളുകളെ കൊല്ലാതെ അതിൽ നമുക്ക് ഉപദ്രവമില്ല എന്ന് തോന്നുന്ന ആളുകളെ ജീവിക്കാൻ അനുവദിക്കുക എന്നുള്ളതായിരുന്നു അന്ന് സ്ലേവറി കൊണ്ട് ഉദ്ദേശിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ സ്ലേവറി ആ കാലഘട്ടത്തിലെ ഒരു സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യത്തിൻ്റെ ഒരു ഉൽപ്പന്നമായിരുന്നു എന്നാണ് ചരിത്ര പണ്ഡിതന്മാർ അതിനെ വിലയിരുത്തുന്നത്. രണ്ടാമത്, ഈ അടിമത്തം എന്ന് പറയുന്ന സംഭവം, ആ ഒരു സിസ്റ്റം നിലവിൽ വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ടല്ല, നേരെ മറിച്ച് മനുഷ്യൻ്റെ ചരിത്രാതീത കാലം തൊട്ട് തന്നെ ഈ സ്ലേവറി എന്ന് പറയുന്ന സിസ്റ്റം നിലനിൽക്കുന്നുണ്ട് എന്ന് ഞാൻ തെളിവുകൾ സഹിതം പറഞ്ഞു. അതോടൊപ്പം തന്നെ നമുക്ക് ഇന്ന് കിട്ടുന്ന രേഖകൾ, അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കിയാൽ മെസോപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ അഥവാ BC 3100 മുതൽ നിലനിൽക്കുന്ന ആ സിസ്റ്റത്തിൽ ഈ പറഞ്ഞ സ്ലേവറി ഉണ്ട്. ഏൻഷ്യൻ ചൈനയിലുണ്ട്, ഏൻഷ്യൻ ഈജിപ്തിലുണ്ട്, ഏൻഷ്യൻ ഇസ്രായേലിലുണ്ട്, ഏൻഷ്യൻ അസീരിയൻ കിങ്ഡത്തിലുണ്ട്, നമ്മുടെ ഏൻഷ്യൻ ഇന്ത്യയിലുണ്ട്, ഏൻഷ്യൻ ഗ്രീസിലുണ്ട്, ഏൻഷ്യൻ റോമിലുണ്ട് എന്ന് തുടങ്ങി എല്ലാ സ്ഥലത്തും നിയമാനുസൃതമായി ഒരു സിസ്റ്റമായിട്ട് തന്നെ ഈ സ്ലേവറി നിലനിന്നിരുന്നു. ഇനി മൂന്നാമത്തെ പോയിന്റ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഏറ്റുമുട്ടൽ ഉണ്ടായിട്ടുള്ള മുഴുവൻ സമൂഹത്തിനും, അത് മക്കയിലെ ഖുറൈശികൾ, മദീനയിലെ ജൂതന്മാർ, അതേപോലെ ക്രൈസ്തവ മതരാഷ്ട്രമായിട്ടുള്ള റോമൻ സാമ്രാജ്യം, ബൈസന്റൈൻ സാമ്രാജ്യം, അതേപോലെ സ്വരാഷ്ട്ര മതക്കാരുടെ പേർഷ്യ എന്ന് തുടങ്ങിയ ഈ ആളുകൾക്കെല്ലാം തന്നെ ഈ സ്ലേവറി എന്ന് പറയുന്ന സിസ്റ്റം ഉണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, ആ കാലഘട്ടത്തിൽ നമ്മുടെ ഇന്ത്യയിലും ഈ പറയപ്പെടുന്ന സ്ലേവറി എന്ന് പറഞ്ഞ സിസ്റ്റം നിയമാനുസൃതമായി ലെജിറ്റിമൈസ് ചെയ്ത് തന്നെ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഈ വിഷയാവതരണം നടത്തുമ്പോൾ ഇസ്ലാമിൻ്റെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത്, അന്നത്തെ ലോകക്രമത്തെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. നാലാമത്തെ പോയിന്റായിട്ട് ഞാൻ സൂചിപ്പിച്ചത്, ഈ സ്ലേവറി എന്ന് പറഞ്ഞൊരു സിസ്റ്റം അത് നിയമാനുസൃതമായി നിലനിന്നിരുന്ന ആ കാലഘട്ടത്തിൽ നമ്മൾ പ്രമുഖരായി കാണുന്ന എല്ലാ ആളുകളും അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ജീവിച്ചത്. ക്രൈസ്തവ സഭാപിതാക്കന്മാർ, അവരുടെ മൊണാസ്ട്രീസ്, അതേപോലെ തന്നെ സയൻറ്റിസ്റ്റുകൾ, US പ്രസിഡന്റുമാർ, അതേപോലെ ഗ്രീക്ക് ഫിലോസഫേഴ്സ്, അമേരിക്കൻ ഫിലോസഫേഴ്സ്, യൂറോപ്യൻ ഫിലോസഫേഴ്സ് ഒക്കെ തന്നെ ഈ പറഞ്ഞ സ്ലേവറിയുമായിട്ട് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അവർ ബന്ധം വെച്ചിരുന്നു. അതേപോലെ സോഷ്യൽ മീഡിയയിൽ ഇസ്ലാം വിമർശനം നടത്തുകയും എന്നാൽ ഹിന്ദുത്വവാദം മുറുകെ പിടിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മനുസ്മൃതിയിലും വളരെ വ്യക്തമായി സ്ലേവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഈ 4-5 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഞാൻ എൻ്റെ ഒന്നാമത്തെ വീഡിയോയിൽ അവതരിപ്പിച്ചത്. രണ്ടാമത്തെ വീഡിയോയിൽ ഈ സ്ലേവറി എങ്ങനെ ലോകത്ത് ബാൻ ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ നമ്മളിന്ന് ജീവിക്കുന്ന കാലത്ത് സ്ലേവറി കാണുന്നില്ല, അത് എങ്ങനെയാണ് ബാൻ ചെയ്യപ്പെട്ടത് എന്നുള്ള സംഭവമാണ് വിശദീകരിക്കുന്നത്. അതിനു മുമ്പ് ആമുഖമായിട്ട് ഈ വിഷയത്തിൽ ഇസ്ലാമിനെതിരെ വിമർശനം നടത്തുന്ന ഒരാളുടെ കമൻറ്റ് നമുക്കൊന്ന് കേൾക്കാം. അള്ളാഹുവിനെ നിരോധിക്കാൻ പറ്റാതെ പോയ, അത് നിരോധിച്ചാൽ എന്തോ വലിയ കുഴപ്പമുണ്ടാവും എന്നൊക്കെ വിചാരിച്ച സംഗതി അബ്രഹാം ലിംഗം വന്ന് പുല്ല് പോലെ പുഷ്പം പോലെ അതിനെ നിരോധിച്ച് അങ്ങ് പോകുമ്പോൾ ആരാണ് യഥാർത്ഥത്തിൽ അള്ളാഹു എന്ന ചോദ്യം അവിടെ നമ്മൾ രണ്ടാമത് ചോദിച്ചു പോകുന്നത്. അങ്ങനെയാണ് സുഹൃത്തുക്കളെ, അങ്ങനെയാണ്. ഇതാണ് നമ്മൾ വളരെ വിപുലമായ മാനങ്ങളുള്ള ഒരു വിഷയത്തെക്കുറിച്ചിട്ടാണ് ആരിഫ് ഹുസൈൻ വളരെ ബാലിശമായ ഒരു കമൻറ്റ് ചെയ്തു പോകുന്നത്. ഇത് ഇവരുടെ ഒരു സ്ഥിരം ശൈലിയാണ്. ഞാൻ കഴിഞ്ഞ തവണ വീഡിയോ ചെയ്തപ്പോൾ അതിൻ്റെ പുറകെ തന്നെ വന്ന് ലിയാഖത്ത് അലി ഒരു വീഡിയോ ചെയ്തു. കാരണം അവർക്കും എന്തെങ്കിലും ഒരു പ്രതികരണമുണ്ടെന്ന് പറയണമല്ലോ. ഞാൻ ആ പറഞ്ഞ വിഷയത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെയും ഖണ്ഡിക്കാതെ ലിയാഖത്ത് ചില തർക്കുത്തരം പറയുകയാണ് ചെയ്തത്. ഈ തർക്കുത്തരം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഇപ്പോൾ വീട്ടിൽ കാരണവന്മാരൊക്കെ വളരെ വ്യക്തമായിട്ട് ചില കാരണങ്ങൾ അതിൻ്റെ ഗുണദോഷങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ ഈ കുട്ടികളായിട്ടുള്ള ആളുകൾ ചില തർക്കുത്തരം പറയില്ലേ, അവർക്ക് അപ്പോഴത്തെ കാര്യസാധനത്തിന് വേണ്ടി എന്തെങ്കിലും എന്നതുപോലെ ഒരു മറുപടി നമ്മുടെ ലിയാഖത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ഏതായാലും എൻ്റെ ഈ അടിമത്വവുമായി ബന്ധപ്പെട്ട 3 ഭാഗങ്ങൾ പൂർത്തീകരിച്ചതിന് ശേഷം ലിയാഖത്ത് അലി പറഞ്ഞ ആ വിഷയങ്ങളോടുള്ള എൻ്റെ പ്രതികരണം ഞാൻ അറിയിക്കുന്നതായിരിക്കും. ഏതായാലും ഇവിടെ ആരിഫ് ഹുസൈൻ പറഞ്ഞതുപോലെ അത്ര എളുപ്പമായ ഒരു പരിപാടിയല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അത് നിരോധിക്കാൻ സാധിച്ചില്ല, എന്നാൽ എബ്രഹാം ലിങ്കൺ വന്ന് പുഷ്പം പോലെ അത് നിരോധിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഇത് കേൾക്കുന്നവർക്ക് തോന്നുക ഈ 2 ആളുകളും ഒരേ സാമൂഹ്യ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ജീവിച്ച സമകാലികരായിട്ടുള്ള 2 വ്യക്തികളാണ്. അതിൽ ഒരാൾക്ക് സാധിച്ചു, മറ്റൊരാൾക്ക് സാധിച്ചില്ല. ഓഹ്, എന്തൊരു നല്ല വിമർശനം. ഇവിടെ ആരിഫ് ഹുസൈനെ പോലുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടത്, ഒരു സമൂഹത്തിൽ വ്യവസ്ഥാപിതമായി നിയമാനുസൃതമായി നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന ഒരു കാര്യം അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ല എന്ന രൂപത്തിലേക്ക് അവിടെ ചർച്ചകൾ വഴിമാറണമെങ്കിൽ അതിന് അടിസ്ഥാനമായിട്ടുള്ള പല കോസുകൾ, പല കാരണങ്ങൾ അവിടെ ഉണ്ടാവും.
ആ കാരണങ്ങൾ രൂപപ്പെടുക ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ 2 വർഷം കൊണ്ടോ 10 വർഷം കൊണ്ടോ അല്ല, ചിലപ്പോൾ നൂറ്റാണ്ടുകൾ കൊണ്ട് പല കാരണത്താലായിരിക്കും അങ്ങനെ ഒരു പുതിയ സ്ഥിതി അവിടെ സംജാതമാവുന്നത്. അപ്പോൾ ഇതൊക്കെ വസ്തുനിഷ്ഠമായി പഠിക്കാൻ അല്പം സമയം കണ്ടെത്തിയിട്ട് വേണം ഇതുപോലെയുള്ള കാര്യങ്ങളിൽ ആരിഫ് ഹുസൈനെ പോലുള്ള ആളുകൾ കമൻറ്റ് നടത്താൻ. ഇവിടെ നമുക്ക് ഏതായാലും നമുക്ക് ആ വിഷയങ്ങളിലേക്ക് പോകാം. എന്തായിരുന്നു ഈ പറയപ്പെടുന്ന 15-ാം നൂറ്റാണ്ട് മുമ്പ് വരെ ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ നിന്നും പുതിയ ഒരു സാഹചര്യം രൂപപ്പെട്ടത് എങ്ങനെയാണ്? അതിൻ്റെ കാരണം നമ്മൾ തേടിപ്പോകുമ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മൾ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ട്രാൻസ് അറ്റ്ലാന്റിക് സ്ലേവ് ട്രേഡ് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ഇത് വളരെ ചുരുക്കി പറഞ്ഞാൽ യൂറോപ്യന്മാരായിട്ടുള്ള ആളുകൾ അവർ ആഫ്രിക്കയിലെത്തുന്നു, അവിടെയുള്ള ഇൻഹാബിറ്റൻസിനെ അവർ സ്ലേവായിട്ട് പിടിക്കുന്നു. ആ സ്ലേവ്സിനെ കൊണ്ടുവന്നിട്ട് അവർ സൗത്ത് അമേരിക്കയിലും നോർത്ത് അമേരിക്കയിലും അതേപോലെ കരീബിയൻ ദ്വീപുകളിലും കൊണ്ടുപോയി അവിടെ അടിമപ്പണി ചെയ്യിപ്പിച്ചിട്ട് അവിടെ ഉണ്ടാകുന്ന പ്രൊഡക്റ്റുകൾ അവർ യൂറോപ്പിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. ഇങ്ങനെ യൂറോപ്പ്, ആഫ്രിക്ക, അമേരിക്ക, ഇങ്ങനെ ഒരു ട്രയാങ്കുലർ ട്രേഡ് 15-ാം നൂറ്റാണ്ട് മുതൽ ഏതാണ്ട് 19-ാം നൂറ്റാണ്ട് വരെ ലോകത്ത് നടന്നു. ഇതിനെക്കുറിച്ചിട്ടാണ് ട്രാൻസ് അറ്റ്ലാന്റിക് സ്ലേവ് ട്രേഡ് എന്ന് പറയുന്നത്. ഇതിന് ചരിത്രം നമ്മൾ തേടി പോകുമ്പോൾ കാണുന്നത് യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുന്ന ഏജ് ഓഫ് ഡിസ്കവറി, ഏജ് ഓഫ് എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്ന ആ കാലഘട്ടത്തിലാണ്. അന്ന് ഈ യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആഫ്രിക്കയുമായിട്ട് ഡയറക്റ്റ് ഒരു കണക്ഷൻ വരാതെ അവർ അറബ്സിനെ മീഡിയേറ്റേഴ്സായിട്ട് വെച്ചിട്ടായിരുന്നു അവരുടെ ട്രേഡും മറ്റു കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നത്. അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏഷ്യയിലേക്ക് നല്ലൊരു റൂട്ട് കിട്ടുന്നില്ല. കാരണം അവിടെ ആധിപത്യമുള്ളത് ഓട്ടോമാൻ സാമ്രാജ്യത്തിനാണ്. അതുകൊണ്ട് തന്നെ ഈ യൂറോപ്യൻസിനെ സംബന്ധിച്ചിടത്തോളം ആഫ്രിക്കയിലേക്ക് ഡയറക്റ്റ് ആയിട്ടൊരു ബന്ധം, ഒരു കടൽ മാർഗം അവർക്ക് കിട്ടേണ്ടതുണ്ട്. ഇതിനുവേണ്ടി ആദ്യത്തെ ശ്രമങ്ങൾ ഉണ്ടാകുന്നത് പോർച്ചുഗീസിൻ്റെ ഭാഗത്തു നിന്നാണ്. അവിടുത്തെ രാജകുമാരനായിട്ടുള്ള പ്രിൻസ് ഹെൻറി ദ നാവിഗേറ്റർ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ ഈ യൂറോപ്യൻ എക്സ്പ്ലോറേഷനും അതേപോലെ തന്നെ ഈ ഭൂഖണ്ഡങ്ങൾ തമ്മിൽ ഈ കച്ചവടം, ട്രേഡും കാര്യങ്ങളൊക്കെ നടത്തുന്നതിൻ്റെ കാരണം. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ നേവിഗേഷനുമായി ബന്ധപ്പെട്ട് സ്കൂളുകൾ ആരംഭിക്കുകയും ഈ വിഷയത്തിൽ വലിയ പഠനം നടത്തുകയും അങ്ങനെ ഇവർക്ക് ഈ ആഫ്രിക്കയിലേക്ക് എത്തിപ്പെടാനുള്ള ശ്രമങ്ങൾ അവർ ആരംഭിച്ചു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സംഘത്തിൽപ്പെട്ട ന്യൂന ട്രിസ്റ്റാവോ എന്ന് പറയുന്ന ഒരു നാവികൻ ക്രിസ്താബ്ദം 1441 അദ്ദേഹം കടൽ മാർഗം നേരിട്ട് ഈ പറയുന്ന വെസ്റ്റ് ആഫ്രിക്കയിലേക്ക് എത്തി. അങ്ങനെ ഈ ആഫ്രിക്കയിലെ സമ്പത്തിനെ കുറിച്ചും അതേപോലെ തന്നെ അവിടുത്തെ ഇൻഹാബിറ്റൻസിനെ കുറിച്ചും കൃത്യമായ വിവരം ശേഖരിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും ഈ നാട് കീഴടക്കാം, അവിടെയുള്ള ആളുകളെ സ്ലേവുകളായിട്ട് പിടിക്കാമെന്ന് പോർച്ചുഗീസ് തീരുമാനിക്കുന്നു. അതിന് അവർക്ക് പെർമിഷൻ കിട്ടുന്നതിന് വേണ്ടി, ഇത് കത്തോലിക്ക രാജ്യമാണ്, അവർ അവരുടെ ആത്മീയ ആചാര്യനായിട്ടുള്ള മാർപ്പാപ്പയുടെ അടുക്കൽ ചെല്ലുന്നു. അങ്ങനെ ക്രിസ്താബ്ദം 1452 ജൂൺ 18 അന്നത്തെ മാർപ്പാപ്പയായിട്ടുള്ള പോപ്പ് നിക്കോളാസ് 5 പോർച്ചുഗലിന് അതിനുള്ള അധികാരം കൊടുക്കുന്നു. ഓൺ 18 ജൂൺ 1452 പോപ്പ് നിക്കോളാസ് 5 officially stated that Portugal held rights to all lands it had discovered along the coast of West Africa. The Pope authorized King Alfonso of Portugal to invade, search out, capture, vanquish and subdue all Saracens and pagans whatsoever and other enemies of Christ wheresoever placed and reduce their persons to perpetual slavery. ഇങ്ങനെ അധികാരം കൊടുക്കുന്ന സമയത്ത് മാർപ്പാപ്പ അവിടുത്തെ രാജാവായിട്ടുള്ള അൽഫോൻസോയോട് കൊടുത്ത നിർദ്ദേശം എന്ന് പറയുന്നത്, നിങ്ങൾ ആ രാജ്യം കീഴടക്കുക, അതിനെ കീഴടക്കിയതിന് ശേഷം ക്രിസ്തുവിൻ്റെ ശത്രുക്കളായിട്ടുള്ള സറാസൻസ് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ, അവിടെയുള്ള മുസ്ലിങ്ങളെയും അവിടുത്തെ പ്രാകൃത മതക്കാരായിട്ടുള്ള ആളുകളെയും എന്ത് ചെയ്യുക, പരിപൂർണമായി കീഴടക്കി അവരെയെല്ലാം സ്ലേവുകളായിട്ട്, അടിമകളായിട്ട് പിടിക്കാൻ വേണ്ടി അദ്ദേഹം നിർദ്ദേശം കൊടുത്തു. ഇങ്ങനെ മാർപ്പാപ്പയുടെ ആശീർവാദം കൂടെ കിട്ടിയപ്പോൾ അത് തികച്ചും മതപരമായ ഒരു കാര്യമായി. അങ്ങനെ വളരെ സന്തോഷത്തോടുകൂടി യേശുവിൻ്റെ ശത്രുക്കളായിട്ടുള്ള മുസ്ലിങ്ങളെയും അവിടെയുള്ള പാഗൻസിനെയൊക്കെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കാനും അവരുടെ സ്ഥലങ്ങളൊക്കെ കൊള്ളയടിക്കാനും അതേപോലെ തന്നെ ഈ ആളുകളെയൊക്കെ സ്ലേവുകളായി പിടിച്ചുകൊണ്ട് പോർച്ചുഗീസുകാർ യൂറോപ്പിലേക്ക് തിരിച്ചു മടങ്ങി. അങ്ങനെ ഒരു 40-50 വർഷം കഴിഞ്ഞപ്പോൾ ക്രിസ്റ്റഫർ കൊളംബസ്, അദ്ദേഹം ഒരു ഇറ്റാലിയൻ നാവികനാണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ അറ്റ്ലാന്റിക് ഓഷ്യൻ കടന്നുകൊണ്ട് അവിടെ ഏതെങ്കിലും ഭൂപ്രദേശങ്ങൾ ഉണ്ടോ, അങ്ങനെ ആ നാടുകളൊക്കെ കൊള്ളയടിക്കാൻ പറ്റുമോ എന്നൊരു അന്വേഷണം നടത്താമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുകയും അദ്ദേഹം ഒരു പ്ലാനൊക്കെ തയ്യാറാക്കിക്കൊണ്ട് പല രാജ്യങ്ങളെ സമീപിച്ചെങ്കിലും ഇദ്ദേഹത്തിനെ സ്പോൺസർ ചെയ്യാൻ തയ്യാറായത് കാത്തലിക് മൊണാർക്സ് ആയിട്ടുള്ള ഇസബെല്ല ഫെർഡിനാൻഡ് എന്ന് പറയുന്ന സ്പെയിനിലെ ഭരണത്തിലിരിക്കുന്ന ആളുകളാണ്. ഇവർ കൊളംബസിന് വേണ്ട സാമ്പത്തിക സഹായം ചെയ്യുകയും അങ്ങനെ 1492 ക്രിസ്റ്റഫർ കൊളംബസ് ആദ്യമായിട്ട് ഒരു യാത്ര ഈ പറഞ്ഞ കരീബിയൻ നാടുകളിലേക്ക് പോവുകയും അവിടെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അവിടെയുള്ള ആളുകളെയൊക്കെ അടിമകളാക്കി പിടിച്ച് അതേപോലെ തന്നെ അവിടെ നിന്ന് ധാരാളം വസ്തുക്കളും എന്ത് ചെയ്തു അദ്ദേഹം കൊണ്ടുവന്നു.
ഈ യാത്രയിലെല്ലാം ഉടനീളം അദ്ദേഹം അവിടെ നടന്നിട്ടുള്ള സംഭവങ്ങളും അതേപോലെ ഈ കരീബിയൻ ഐലൻഡിലുള്ള ആളുകളുടെ പ്രകൃതമൊക്കെ എഴുതിയിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വാൾ എന്താണെന്ന് പോലും അറിയില്ല. ഞാൻ അവരുടെ കയ്യിൽ വാള് കൊടുത്തപ്പോൾ അവർ ആ മൂർച്ചയുള്ള ഭാഗത്താണ് അവരത് പിടിച്ചത്. അത്രയ്ക്ക് പോലും അവർക്ക് യുദ്ധത്തെക്കുറിച്ച് അറിയില്ല. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ആളുകൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ആളുകളെ മുഴുവൻ അടിമകളാക്കി നമുക്ക് പിടിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു ഇൻഫർമേഷൻ ഇവർ യൂറോപ്പിന് കൈമാറുന്നു. പിന്നീട് അദ്ദേഹം 1493 രണ്ടാമത്തെ യാത്ര പുറപ്പെട്ടു. ഈ യാത്രയിൽ ഇദ്ദേഹം ആഫ്രിക്കയിലെത്തി അവിടെ ഉണ്ടായിരുന്ന സ്ലേവുകളെയൊക്കെ പിടിച്ച് ഇദ്ദേഹം എന്ത് ചെയ്തു, അമേരിക്കയിൽ കൊണ്ടുപോയി. സൗത്ത് അമേരിക്കയിലും അതേപോലെ തന്നെ നോർത്ത് അമേരിക്കൻ ഭാഗങ്ങളിലും ഒക്കെ കൊണ്ടുപോയി. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഈ ട്രാൻസ് അറ്റ്ലാന്റിക് സ്ലേവ് ട്രേഡ് എന്ന് പറയുന്ന സംഭവം ഈ യൂറോപ്പുമായി ബന്ധപ്പെട്ട് ആരംഭിക്കുന്നത്. ഇതിനുശേഷം കൊളംബസ് 2 യാത്ര കൂടെ നടത്തി. ഈ യാത്രയിലൊക്കെ അദ്ദേഹം ചെന്ന സ്ഥലങ്ങളിലൊക്കെ വലിയ പ്രശ്നമുണ്ടാക്കുകയും വളരെ ക്രൂരമായ രൂപത്തിൽ അവിടെ ഇടപെടുകയും അവരെയൊക്കെ കത്തോലിക്കരായിട്ട് മാറ്റാനുള്ള ശ്രമങ്ങളൊക്കെ അദ്ദേഹം നടത്തി. എന്ന് മാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ ഈ യാത്രയിലൂടെയാണ് യഥാർത്ഥത്തിൽ ഈ യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഫ്രിക്കയും അമേരിക്കയുമായിട്ട് ഇത്ര വലിയൊരു കണക്ഷൻ അവിടെ രൂപപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ഉണ്ടായൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ 2 രാജ്യങ്ങളും സ്പെയിനും പോർച്ചുഗലും രണ്ടും കത്തോലിക്ക രാജ്യങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം പുതിയതായിട്ട് ഇവർ കണ്ടെത്തിയിട്ടുള്ള ആഫ്രിക്കയിലേക്കും സൗത്ത് അമേരിക്ക, നോർത്ത് അമേരിക്ക, കരീബിയൻ ഐലൻഡ്സ് ഇവിടേക്കൊക്കെ ഇവർ അധിനിവേശം നടത്തുമ്പോൾ ഈ 2 രാജ്യങ്ങൾ തമ്മിൽ തല്ലി പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഇതിനൊരു പരിഹാരം കാണേണ്ടതുണ്ട്. അതിന് സ്പെയിൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ സ്പെയിൻ വംശജനായിട്ടുള്ള അന്നത്തെ മാർപ്പാപ്പയൊക്കെ പോയി കണ്ട് ഈ വിഷയത്തിൽ ഒരു പരിഹാരം കാണുമെന്ന് പറയുകയും അദ്ദേഹം സ്പെയിനിന് അനുകൂലമായ രൂപത്തിൽ ഒരു കരാർ അദ്ദേഹം കൊണ്ടുവരികയും ചെയ്തു. അതിനെയാണ് ട്രീറ്റി ഓഫ് ടോർഡെസ്ലാസ് എന്ന് പറയുന്നത്. അങ്ങനെ അവർ അറ്റ്ലാന്റിക് ഓഷ്യനിലൂടെ ഈ മാർപ്പാപ്പ ഒരു ഇമാജിനറി ലൈൻ കൊടുത്തിട്ട് അവിടെ ഈ പ്രധാനപ്പെട്ട നോർത്ത് അമേരിക്കയും സൗത്ത് അമേരിക്കയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളും കരീബിയൻ ഐലൻഡ്സൊക്കെ വരുന്ന ആ ഭാഗങ്ങൾ സ്പെയിന് അനുകൂലമായി കൊടുക്കുകയും ഈ ആഫ്രിക്കൻ ഭാഗങ്ങൾ മാത്രം പോർച്ചുഗലിന് വകവെച്ച് കൊടുക്കുകയും ചെയ്തു. ഇതിൻ്റെ പേരിൽ വീണ്ടും പ്രശ്നങ്ങളുണ്ടായിട്ട് അല്പം കൂടെ മാറ്റി ഈ ലൈനൊന്ന് വരച്ചിട്ട് ഈ സൗത്ത് അമേരിക്കയിലെ ബ്രസീൽ അടക്കമുള്ള ഭാഗങ്ങൾ കൂടി പോർച്ചുഗലിന് പിന്നീട് വകവെച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ അവർ പടവട്ടം നടത്തുമ്പോൾ ആ ചെല്ലുന്ന സ്ഥലങ്ങളെ മുഴുവൻ അവർക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്, ക്രൈസ്തവൽക്കരിക്കണം, കത്തോലിക്കവൽക്കരിക്കണം. അതിൽ ഈ ആഫ്രിക്കയിൽ കൂടുതലും ഉള്ളത് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളാണ്. അവിടെയും പോയിട്ട് ഇവർക്ക് യുദ്ധം ചെയ്യേണ്ടതുണ്ട്. എന്നാൽ അവരെ സംബന്ധിച്ചുള്ള മുസ്ലിങ്ങളുമായി യുദ്ധം ചെയ്യുന്നതിന് പ്രശ്നമില്ല. കാരണം അവർക്ക് യേശുവിനെ അറിഞ്ഞിട്ടും അവർ നിഷേധിച്ചവരാണ്. അതുകൊണ്ട് തന്നെ അവരെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കുന്നതിലോ കീഴടക്കുന്നതിലോ അടിമയാക്കുന്നതിലോ അവർക്ക് പ്രശ്നമില്ല. എന്നാൽ അവർക്കുണ്ടായിരുന്ന പ്രശ്നം ഈ പാഗൻസ് ആയിട്ടുള്ള ആളുകളോട് എന്ത് ഒരു നടപടി സ്വീകരിക്കണം. കാരണം അവരുടെ മേലിൽ ഇങ്ങനെ ഒരു യുദ്ധം നടത്തുന്നതിന് മുമ്പ് ഒരു കാരണം ഉണ്ടാക്കണ്ടേ എന്നവർ ആലോചിക്കുകയും ആ സമയത്ത് മാർപ്പാപ്പ എൽ റിക്വയർമെൻറ്റോ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവിടെ വായിക്കാൻ പറഞ്ഞു. ആ സ്റ്റേറ്റ്മെൻറ്റിൽ പറയപ്പെടുന്നത് ലോകത്തിൻ്റെ അധികാരം ദൈവത്തിനാണ്, ആ ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണ് മാർപ്പാപ്പ. അതുകൊണ്ട് തന്നെ മാർപ്പാപ്പയെ അംഗീകരിക്കാൻ ലോകത്തുള്ള മുഴുവൻ ആളുകളും ബാധ്യസ്ഥരാണ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവിടെ വായിക്കാനും ആ വായിച്ചതിന് ശേഷം അവരത് അനുസരിക്കുന്നില്ലെങ്കിൽ ആ രാജ്യം കീഴടക്കാനുമാണ് പറഞ്ഞിരുന്നത്. ഇനി സ്ലേവുകളെ എങ്ങോട്ടൊക്കെയാണ് കൂടുതൽ കൊണ്ടുപോയത് എന്ന ശതമാനക്കണക്ക് നിങ്ങൾക്ക് കാണാൻ ഈ മാപ്പ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ആഫ്രിക്കയിലെ സ്ലേവ് കോസ്റ്റിൽ നിന്നും ഏതാണ്ട് 5% മാത്രമാണ് പോർച്ചുഗലിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. അതേപോലെ 5% താഴെയാണ് നോർത്ത് അമേരിക്കയിലേക്ക് കൊണ്ടുപോയത്. എന്നാൽ ഏറ്റവും കൂടുതൽ കൊണ്ടുപോയത് അഥവാ 55% കൊണ്ടുപോയിരിക്കുന്നത് ഈ ബ്രസീൽ അടക്കമുള്ള ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലേക്കാണ്. അതേപോലെ തന്നെ 35% കൊണ്ടുപോയിരിക്കുന്നത് കരീബിയൻ ഐലൻഡ്സിലേക്ക് അല്ലെങ്കിൽ വെസ്റ്റ് ഇൻഡീസിലേക്കാണ് കൊണ്ടുപോയിട്ടുള്ളത്. ഇനി അതിൻ്റെ രീതി എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ ഈ സ്ലൈഡിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ഇവിടെ ഈ യൂറോപ്യൻ രാജ്യങ്ങൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ആഫ്രിക്കൻ നാടുകളിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഓൾറെഡി അവിടെ കുറേ പ്രശ്നങ്ങളുണ്ട്, അവിടെ ആഭ്യന്തര യുദ്ധങ്ങളുണ്ട്. ഇവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ആ നാട്ടിൽ ഇവർക്ക് വേണ്ട അല്ലെങ്കിൽ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന അവിടുത്തെ വാർലോഡ്സിന് ഇവർ തോക്കുകളും അതേപോലെ തന്നെ ഈ മദ്യവും മറ്റ് സംവിധാനങ്ങളൊക്കെ അവിടെ കൊടുക്കും. അങ്ങനെ ഇവരുടെ ഇടയിൽ യുദ്ധം നടക്കുകയും കൂടുതൽ ആളുകൾ സ്ലേവ് ചെയ്യപ്പെട്ട് ഈ ആഫ്രിക്കൻ ലോഡ്സ് തന്നെ അവരുടെ ആളുകളെ പിടിച്ച് എന്ത് ചെയ്യും, ഈ പോർച്ചുഗീസുകാർക്കും അതേപോലെ തന്നെ ഈ യൂറോപ്യൻ രാജ്യങ്ങൾക്കും കൈമാറും. ഇത് ആദ്യകാലത്ത് ഇങ്ങനെയാണ് പോയിരുന്നതെങ്കിൽ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ഇവർ ഈ വാർലോഡ്സിനെ ഒന്നും വെയിറ്റ് ചെയ്യാതെ ഇവർ തന്നെ അകത്തുപോയി ഈ വില്ലേജുകളൊക്കെ തീയിടുകയും അങ്ങനെ അവിടെ നിന്ന് ഓടി വരുന്ന ആളുകളെ പിടിച്ച് സ്ലേവുകളാക്കി ഇവർ കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. അങ്ങനെ തോക്കും ആയുധ സാമഗ്രികളുമൊക്കെ യൂറോപ്പിൽ നിന്നും ആഫ്രിക്കയിലെത്തി അവിടെ പ്രശ്നമുണ്ടാക്കിച്ച് അതിനുശേഷം അവിടെ ആഫ്രിക്കയിലുള്ള ആളുകളെ സ്ലേവുകളായി പിടിച്ച് അവിടുന്ന് നേരെ അവർ നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, അതേപോലെ തന്നെ ഈ വെസ്റ്റ് ഇൻഡീസ്, ഈ കരീബിയൻ ഐലൻഡ്സിലൊക്കെ കൊണ്ടുപോകുന്നു. അങ്ങനെ അവിടെയുള്ള ഷുഗർ കെയിൻ പ്ലാന്റേഷൻ, കോഫി പ്ലാന്റേഷൻ, ടൊബാക്കോ പ്ലാന്റേഷൻ, കോട്ടൺ പ്ലാന്റേഷൻ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ അത് വലിയ വാസ്റ്റ് ഏരിയ, വലിയ എസ്റ്റേറ്റുകളാണ്. അവിടെ എല്ലാം ഈ സ്ലേവുകളെ കൊണ്ട് പണിയെടുപ്പിക്കുന്നു. അങ്ങനെ പണിയെടുപ്പിച്ചതിന് ശേഷം അവിടെ നിന്നും ഉണ്ടാക്കുന്ന സാധനങ്ങളെ ഇവരെന്ത് ചെയ്യുന്നു, യൂറോപ്പിലോട്ട് കൊണ്ടുപോകുന്നു, അവിടെ മാർക്കറ്റിൽ കൊണ്ടുപോകുന്നു, അവർ ബിസിനസ് ചെയ്യുന്നു. ഇങ്ങനെ ഒരു ട്രയാങ്കുലർ ട്രേഡ് ഇവർ വളരെ ഉഷാറായിട്ട് ഇവരെന്ത് ചെയ്തു, നൂറ്റാണ്ടുകൾ, ഏതാണ്ട് ഒരു 4 നൂറ്റാണ്ടുകളോളം നടത്തി. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ സ്പെയിനിനാണ് മാർപ്പാപ്പ എന്ത് ചെയ്തിരുന്നത്, ഈ നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്കയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെ കരീബിയൻ ഐലൻഡ്സിലൊക്കെ
ഈ പറയപ്പെടുന്ന സ്ലേവ് ട്രേഡൊക്കെ നടത്താനും അതേപോലെ അധിനിവേശം നടത്താനും ഒക്കെയുള്ള അധികാരം കൊടുത്തത്. എന്നാൽ ഈ സ്പെയിനെ സംബന്ധിച്ചിടത്തോളം അവർ ഏഷ്യൻഡോ ഡി നീഗ്രോസ് എന്ന് പറയുന്ന ഒരു കരാർ കൊണ്ടുവരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ 16-ാം നൂറ്റാണ്ടിൻ്റെയും 18-ാം നൂറ്റാണ്ടിൻ്റെ ഇടയിൽ അവർ വ്യത്യസ്ത ആളുകളുമായിട്ടും അത് ട്രേഡിംഗ് ചെയ്യുന്ന ആളുകളുമായിട്ടും അതേപോലെ തന്നെ പല രാജ്യങ്ങളുമായിട്ടൊക്കെ അവർ കരാറുണ്ടാക്കുകയും അവർക്കെല്ലാം ഓരോരുത്തർക്കും ഓരോ മോണോപോളിയായിട്ട് ഓരോ ഭാഗങ്ങൾ അവർ അനുവദിച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ആ നാട്ടിൽ പോയി ട്രേഡിംഗ് നടത്താനും അതേപോലെ തന്നെ അവിടുത്തെ സ്ലേവ്സിനെ പിടിക്കാനും ഒക്കെ അധികാരം ഈ ഓരോ രാജ്യങ്ങളിലേക്ക് ഇങ്ങനെ സ്പെയിൻ കൈമാറിക്കൊണ്ടിരുന്നു. അങ്ങനെ 1517-ലും 1528-ൽ ജർമ്മനിയുമായും അതേപോലെ തന്നെ ഏതാണ്ട് 18-ാം നൂറ്റാണ്ടിൻ്റെ ഇടയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പോർച്ചുഗലുമായിട്ടും ഫ്രാൻസുമായിട്ടും ഗ്രേറ്റ് ബ്രിട്ടനുമായിട്ടും ഒക്കെ ഇതേപോലുള്ള കരാറുകൾ സ്പെയിൻ ഉണ്ടാക്കി. ഇങ്ങനെയുള്ള ഏഷ്യൻ്റെ കരാറുകൾ നമ്മൾ പരിശോധിച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് കമ്പനിയായിട്ടുള്ള സൗത്ത് സീ കമ്പനിയുമായിട്ട് 1713 സ്പെയിൻ നടത്തുന്ന ഒരു കരാറാണ്. ആ കരാർ എന്ന് പറയുന്നത് ട്രീറ്റി ഓഫ് യൂട്രച്ച് എന്നാണ് അറിയപ്പെടുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ വർഷവും 4800 അടിമകളെ സ്പെയിനിൻ്റെ കോളനിയിലേക്ക് സപ്ലൈ ചെയ്യാമെന്ന്, അത് എത്ര നാളത്തേക്കാണ്, 30 വർഷത്തേക്ക് സപ്ലൈ ചെയ്യാമെന്ന് ഈ ബ്രിട്ടീഷ് കമ്പനി അവരുമായിട്ട് കരാർ വെച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ന് വെച്ചാൽ 1,44,000-ഓളം സ്ലേവുകളെ 30 വർഷത്തിനകത്ത് അവിടെ എത്തിക്കാമെന്ന് പറയുന്നു. ഇങ്ങനെ ഈ ഏഷ്യൻ്റെ കരാറ് ഈ സ്പെയിൻ പല നാടുകളായിട്ട് വെച്ചത് പറഞ്ഞു. അങ്ങനെ 1600-നും 1750-നും ഇടയ്ക്ക് എന്ന് വെച്ചാൽ 150 വർഷത്തിനിടയ്ക്ക് 4,50,000 ആഫ്രിക്കൻസ് വെർ ഡിസ്പാച്ച് ടു സ്പാനിഷ് അമേരിക്ക അണ്ടർ ദി ഏഷ്യൻഡോ സിസ്റ്റം. ഈ സിസ്റ്റം വഴി 4,50,000 ആഫ്രിക്കൻസിനെ ഇവിടുന്ന് കടത്തിക്കൊണ്ടുപോയി ഈ പറയപ്പെടുന്ന സ്പാനിഷ് കോളനീസിലേക്ക് എത്തിക്കുകയും ചെയ്തു. ഇനി സ്ലേവ് ട്രേഡിൽ പങ്കെടുത്ത ആളുകളുടെ ആ ലിസ്റ്റ് നിങ്ങൾ നോക്കിയോ. 1480 കാലഘട്ടങ്ങളിൽ പോർച്ചുഗീസ് ട്രേഡേഴ്സ് വളരെ കാര്യമായിട്ട് പങ്കെടുത്തു. ബിഗാൻ ട്രാൻസ്പോർട്ടിങ് ആഫ്രിക്കൻസ് ഫോർ ഷുഗർ പ്ലാന്റേഷൻസ്. അമേരിക്കയിലുള്ള ഷുഗർ പ്ലാന്റേഷൻസിലേക്കായിരുന്നു അവരെ കൊണ്ടുപോയിരുന്നത്. 1502 സ്പാനിഷ് മർച്ചൻസ് അതിനകത്ത് ഇടപെടുന്നു. അവർ കരീബിയൻ ഐലൻഡ്സിലേക്ക് കൊണ്ടുപോയി. അതേപോലെ 16-ാം നൂറ്റാണ്ടായപ്പോൾ വീണ്ടും പോർച്ചുഗീസിന് ഡോമിനൻസ് വരുന്നു. അവർ ഈ സ്ലേവ് ട്രേഡിൽ വളരെ ആക്റ്റീവായിട്ട് പങ്കെടുക്കുന്നു. അങ്ങനെ 17-ാം നൂറ്റാണ്ടായപ്പോൾ ഡച്ച്, ഇംഗ്ലീഷ്, ഫ്രഞ്ച് ട്രേഡേഴ്സ് ഇതിനകത്തോട്ട് ഇൻവോൾവ് ആവുന്നു. അങ്ങനെ പിന്നീട് 1713, 1743 വരെയുള്ള കാലത്ത് സ്പെയിൻ അത് ഈ പറഞ്ഞ ബ്രിട്ടീഷിൻ്റെ സൗത്ത് സീ കമ്പനിക്ക് കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ ഒരു മോണോപോളി കൊടുക്കുന്നു. അങ്ങനെ 18-ാം നൂറ്റാണ്ടിലായപ്പോൾ ഇത് സകല സീമകളും ലംഘിച്ചുകൊണ്ട് അവർ നാളിതുവരെ അഥവാ 15-ാം നൂറ്റാണ്ട് മുതൽ 18-ാം നൂറ്റാണ്ടിൻ്റെ കാലയളവ് വരെ നടത്തിയത് അതിനേക്കാട്ടിൽ എത്രയോ ഇരട്ടി എന്ന് വെച്ചാൽ ഏതാണ്ട് മൊത്തം ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ 60% നടക്കുന്നത് 18-ാം നൂറ്റാണ്ടിലാണ്. ഇങ്ങനെ സ്ലേവ് ട്രേഡിൽ ഇടപെട്ടതോടുകൂടി ബ്രിട്ടൻ്റെ സാമ്പത്തിക അവസ്ഥ വളരെയധികം മെച്ചപ്പെട്ടു. അവരുടെ ഷിപ്പിങ്ങിനും അതേപോലെ പോർട്സിനും ഒക്കെ വലിയ സാമ്പത്തിക ലാഭം ഉണ്ടായി. അതേപോലെ തന്നെ അവരുടെ എക്സ്പോർട്ടിങ്ങും മാനുഫാക്ചറിങ്ങും അതേപോലെ നല്ലപോലെ നടന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് പിന്നീട് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ അവിടെ രൂപപ്പെടുന്നു. അതേപോലെ തന്നെ ഈ ബാങ്കിങ് സിസ്റ്റമൊക്കെ ഈ പറയപ്പെടുന്ന സ്ലേവ് ട്രേഡ് കമ്പനിക്കൊക്കെ വലിയ ഇൻഷുറൻസും പരിപാടികളൊക്കെ കൊടുത്ത് അങ്ങനെ എല്ലാ തരത്തിലും ബ്രിട്ടൻ വളരെ കാര്യമായിട്ട് മെച്ചപ്പെട്ടു. അതേസമയം ആഫ്രിക്കയുടെ അവസ്ഥ എന്ന് പറയുന്നത് അവരുടെ ട്രഡീഷണൽ കൾച്ചർ കംപ്ലീറ്റ് ആയിട്ട് നഷ്ടപ്പെട്ടു. അവിടെ കൃഷിയോ മറ്റു കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലായി. കാരണം ഏത് സമയത്തും അവിടെ യുദ്ധം നടക്കാം, എപ്പോൾ വേണമെങ്കിലും ഇവരെല്ലാം പിടിച്ചുകൊണ്ട് പോകാം, ഏത് സമയത്തും റെയ്ഡ് നടക്കാം, കിഡ്നാപ്പ് നടക്കാം. ഇങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യമായപ്പോൾ അവിടെ കൃഷിയും മറ്റു പരിപാടികളും അവിടെ കുറഞ്ഞു. അവിടെ ഉണ്ടായിരുന്ന വാർലോഡ്സിൻ്റെ കയ്യിൽ കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾ വന്നു. കാരണം ഈ യൂറോപ്യൻസ് വന്നിട്ട് ഈ തോക്കും സംവിധാനങ്ങളൊക്കെ കൊടുക്കുന്ന ഇവർക്കാണ്. അപ്പോൾ ഇവർ കൂടുതൽ എന്ത് ചെയ്തു, അവർ യുദ്ധത്തിൽ അവർ കോൺസെൻട്രേറ്റ് ചെയ്തു. എന്നിട്ട് ഇവരുടെ ആളുകളെയൊക്കെ പിടിച്ച് സ്ലേവായിട്ട് കൊടുക്കുന്ന സാഹചര്യം വന്നു. അങ്ങനെ അവിടുത്തെ യുദ്ധക്കൊതിയന്മാരായിട്ടുള്ള നേതാക്കന്മാരൊക്കെ വലിയ സമ്പന്നന്മാരുമായി ബാക്കിയുള്ള ആളുകളൊക്കെ തന്നെ അവരെയൊക്കെ സ്ലേവ് ചെയ്തുകൊണ്ട് മറ്റ് രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന അവസ്ഥ വന്നു. ഇങ്ങനെ നടന്ന സ്ലേവ് ട്രേഡ് മൊത്തം എസ്റ്റിമേറ്റ് എടുത്താൽ ഏതാണ്ട് 12 മില്യനും 15 മില്യനും ഇടയിലുള്ള ആളുകളെ ഈ ആഫ്രിക്കൻസിനെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവർ അറ്റ്ലാന്റിക് ഓഷൻ കടത്തിക്കൊണ്ട് ഈ പറഞ്ഞ നോർത്ത് അമേരിക്കയിലേക്കും സൗത്ത് അമേരിക്കയിലേക്കും അതേപോലെ തന്നെ കരീബിയൻ ഐലൻഡ്സിലേക്കും ഇവർ കൊണ്ടുപോയി. ഈ സ്ലേവ് ട്രേഡിൻ്റെ ഏറ്റവും പീക്കായിട്ടുള്ള അതിൻ്റെ ഒരു 80% ഈ പറഞ്ഞ എൻസ്ലേവ്മെൻ്റ് ഒക്കെ നടന്നത് ഈ അവസാന കാലഘട്ടത്തിൽ എന്ന് വെച്ചാൽ 1750-നും 1850 എന്ന് വെച്ചാൽ 18-ാം നൂറ്റാണ്ടിൻ്റെ മധ്യകാലം തൊട്ട് 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യകാലം വരെയാണ് ഏറ്റവും വലുത്. എന്നുവെച്ചാൽ ആദ്യകാലത്തൊക്കെ ഒരു 1000-ങ്ങളെയാണ് കൊണ്ടുപോയിരുന്നതെങ്കിൽ പിന്നീട് അത് വളരെ കൂടി വരികയും ഏറ്റവും അവസാനത്തെ ഈ 100 വർഷത്തിനിടയ്ക്ക് 80% ഈ ട്രേഡിൻ്റെ മൊത്തം 80% അവസാന കാലത്താണ് നടക്കുന്നത്. എന്ന് മാത്രമല്ല ഈ ട്രാൻസ് അറ്റ്ലാന്റിക് സ്ലേവ് ട്രേഡ് ഇത്രത്തോളം കുപ്രസിദ്ധി നേടാനുള്ള മറ്റൊരു കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ ക്രൂരതയാണ്. ഈ ആളുകളെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ യൂറോപ്യൻസ് ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഈ ആഫ്രിക്കൻ വാർലോഡ്സ് ഒക്കെ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ നാടിന് തീയിട്ടിട്ട് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അവർ രക്ഷപ്പെടാൻ വേണ്ടി ഓടി വരുമ്പോൾ ഇവർ ഈ പറയപ്പെടുന്ന വില്ലേജ് വളഞ്ഞിങ്ങനെ നിൽക്കും. ഈ വരുന്നവരെയൊക്കെ ഇവർ സ്ലേവുകളായിട്ട് പിടിക്കും.
ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഒരു ഫസ്റ്റ് പാസേജ് ഉണ്ട്. എന്ന് വെച്ചാൽ ഈ പിടിക്കപ്പെടുന്ന സ്ഥലത്തു നിന്നും ഇവരുടെ ഈ പറയുന്ന കപ്പൽ കടക്കുന്ന സ്ഥലത്തേക്ക് ഇവർ കൊണ്ടുപോകുന്ന ഒരു രീതി, അതിനെയാണ് ഫസ്റ്റ് പാസേജ് എന്ന് പറയുന്നത്, ദ മാർച്ച് ടു ദ കോസ്റ്റ്. ഇതിനെക്കുറിച്ച് 1790 മംഗോ പാർക്ക് എന്ന് പറയുന്ന ഈ ഒരു എക്സ്പ്ലോറർ തന്നെയാണ്, അദ്ദേഹം എടുത്ത വിവരണത്തിൽ ഇങ്ങനെ കാണാം. There are indeed regular markets where the value of a slave in the eye of an African purchaser increases in proportion to his distance from his native kingdom. ഈ ആഫ്രിക്കൻ സ്ലേവ് എവിടെയാണോ ജനിച്ചത് അവിടുന്ന് എത്രത്തോളം ദൂരേക്കാണോ ഇയാളെ കൊണ്ടുപോകുന്നത് അതിനനുസരിച്ചിട്ടായിരുന്നു ഇയാളുടെ വാല്യൂ എന്ത് ചെയ്യുന്നത് ഒരു ആഫ്രിക്കൻ പർച്ചേസിന് മുമ്പിൽ കൂടിക്കൊണ്ടിരിക്കാം. എന്നതുപോലെ തന്നെ ഈ ഇവരെ കൊണ്ടുപോകുന്ന ആ രീതിയെക്കുറിച്ച് പറയുന്നത് കാണാം. പാർക്ക് റിപ്പോർട്ടഡ് ദാറ്റ് എ ടിപ്പിക്കൽ കോളം ഓഫ് സ്ലേവ്സ് വുഡ് സ്പെൻഡ് 8 hours എ ഡേ ഓൺ ദ റോഡ്. ഒരു ദിവസം ഇവർ 8 മണിക്കൂർ നടക്കണം. ആ 8 മണിക്കൂറിൽ ഇവർ 20 മൈലാണ് കവർ ചെയ്യുന്നത്. ദേ വെർ ജോയിൻഡ് ഇൻ പേഴ്സ് അറ്റ് ദ ലെഗ്. ഇവരുടെ കാലുകൾ തമ്മിൽ ചെയിൻ കൊണ്ട് ഈ കൂട്ടി ബന്ധിപ്പിച്ചിട്ടുണ്ടാവും. ആൻഡ് എ ചെയിൻ വുഡ് അറ്റാച്ച് ദം വൺ ടു അനദർ അറ്റ് ദ നെക്ക്. അതേപോലെ തന്നെ അവരുടെ കഴുത്തും തമ്മിലും ചെയിൻ കൊണ്ട് ബന്ധിച്ചിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ കഴുത്തും കാലും ബന്ധിച്ചിരിക്കുകയാണ്. ഇങ്ങനെ ഇവർ കപ്പലിൽ കയറ്റി കഴിഞ്ഞാൽ ഈ കപ്പലിൽ നിന്നും ഇവരെ ഉദ്ദേശിക്കുന്ന ആ നാട്ടിലേക്ക്, ഒന്നെങ്കിൽ ഈ കരീബിയൻ ഐലൻഡ്സിലേക്കോ അല്ലെങ്കിൽ ഈ നോർത്ത് അമേരിക്കയിലേക്കോ സൗത്ത് അമേരിക്കയിലേക്കോ കൊണ്ടുപോകുന്ന ആ കടൽ യാത്ര എന്ന് പറയുന്നത് ഏതാണ്ട് 6 മുതൽ 8 ആഴ്ച നീണ്ടു നിൽക്കും. ആ ഒരു സഞ്ചാരത്തിനെ പോർച്ചുഗീസുകാർ വിളിച്ചിരുന്ന പേരെന്ന് പറയുന്നത് ഫ്ലോട്ടിംഗ് ടോംസ്, ഒഴുകി നടക്കുന്ന ശവകുടീരങ്ങൾ എന്നുള്ള അർത്ഥത്തിലാണ്. അവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത് മെയിൽ സ്ലേവ്സ് വെർ യൂഷ്വലി ഷാക്കിൾഡ് ടുഗദർ അറ്റ് ദ ഫുട്ട്. ഈ കാലുകൾ തമ്മിൽ ബന്ധിപ്പിച്ചിട്ടുണ്ടാവും. മെൻ വെർ ക്വാർട്ടേഡ് സെപ്പറേറ്റ്ലി ഫ്രം ദ വുമൺ ആൻഡ് ചിൽഡ്രൻ. സ്ത്രീകളിൽ നിന്നും കുട്ടികളിൽ നിന്നും ഈ പുരുഷന്മാരെ മാറ്റിയിട്ടുണ്ടാവും. ദിസ് സെപ്പറേഷൻ ആൻഡ് ലെവൽസ് ഓഫ് വയലൻസ് ആൻഡ് അഗ്രഷൻ ഇൻ സ്ലേവ് ഷിപ്സ് മെയ്ഡ് ആക്ട്സ് ഓഫ് ഫിസിക്കൽ ആൻഡ് സെക്ഷൽ അബ്യൂസ് ബൈ ദ സെയിലേഴ്സ് എ ഫീച്ചർ ഓഫ് ഓൾ വോയേഴ്സ്. ഈ യാത്രയിലുടനീളം ഈ ആളുകളെ ഇവർ സെക്ഷുവലിയും അതേപോലെ തന്നെ ഫിസിക്കലിയും എന്ത് ചെയ്യുമായിരുന്നു, അവർ അബ്യൂസ് ചെയ്യുമായിരുന്നു. ഈ യാത്രയിലുള്ള മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇവർക്ക് ഒട്ടും സ്പേസ് കൊടുക്കാതെ ശരിക്കൊന്നും ഇരിക്കാൻ പോലും പറ്റാത്ത രൂപത്തിൽ ഇവരെ അടുക്കിയാണ് ഇരുത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ശരിയായിട്ടൊരു പ്രോപ്പർ ഹൈജീനിക് ആയിട്ടുള്ള യാതൊരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ധാരാളം അസുഖങ്ങൾ, അമീബിക് ഡിസെൻട്രി, അതേപോലെ സ്മോൾ പോക്സ്, മീസൽസ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പല അസുഖങ്ങൾ അവിടെ വരികയും അതേപോലെ തന്നെ അവർ മാനസികമായിട്ട് വളരെയധികം ക്ഷീണിതമായിട്ടുള്ള അവസ്ഥയിലായിരിക്കും. ഇങ്ങനെ ഇവർക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ ഈ കപ്പലിലെ ക്യാപ്റ്റൻസ് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ എല്ലാം പിടിച്ച് കടലിലോട്ട് എറിയുന്ന പണിയായിരിക്കും ചെയ്യുക. ഈ 1680-നും 1688-നും ഇടയ്ക്ക് an average of 23% of the Royal African Company's human cargoes died en route to the America. അമേരിക്കയിലേക്ക് പോയ 23% ആളുകളെയും ഇതേപോലെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ കടലിൽ വെച്ച അസുഖത്തിൻ്റെ മറ്റു പേരിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അവർ കൊന്നു കളഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഹിസ്റ്റോറിയൻസിൻ്റെ കണക്ക് പ്രകാരം ഏതാണ്ട് ഒരു 15 മില്യൺ ആളുകൾ ഈ പറയപ്പെടുന്ന ട്രാൻസ് അറ്റ്ലാന്റിക് സ്ലേവ് ട്രേഡിൽ ഈ സ്ലേവുകളായിട്ട് പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ യഥാർത്ഥ ഡെസ്റ്റിനേഷനിലേക്ക് അല്ലെങ്കിൽ ഇവരെ കൊണ്ടാക്കുന്ന പ്ലാന്റേഷനിലേക്ക് ചെല്ലുന്നതിന് മുമ്പ് തന്നെ അതിൽ ഏതാണ്ട് ഒരു 30% ഈ രൂപത്തിൽ എന്ത് ചെയ്തു, ഇല്ലാതായി പോയിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഭാഗത്ത് 15-ാം നൂറ്റാണ്ട് മുതൽ 19-ാം നൂറ്റാണ്ട് വരെ വളരെ ലാഭകരമായ രൂപത്തിൽ ഈ ട്രാൻസ് അറ്റ്ലാന്റിക് സ്ലേവ് ട്രേഡ് നടക്കുന്ന സമയത്ത് ഇതിൻ്റെ നേരിട്ട് ഗുണഭോക്താക്കളല്ലാത്ത സാധാരണക്കാരുടെ ജനങ്ങളുടെ ഇടയിൽ ഭൗതികമായിട്ടുള്ള വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതുവരെ ഉണ്ടായിരുന്ന കത്തോലിക്ക സമൂഹത്തിൻ്റെ പരമാധികാരം, അല്ലെങ്കിൽ മാർപ്പാപ്പ ഇൻഫാലിബിൾ ആണ്, അദ്ദേഹം തെറ്റുപറ്റാത്ത ആളാണ്. അതേപോലെ തന്നെ അദ്ദേഹം നിയമിക്കുന്ന രാജാക്കന്മാരെന്ന് പറയുന്നത് അവർക്ക് ഡിവൈൻ റൈറ്റ്സ് ഉണ്ട്, അതുകൊണ്ട് തന്നെ അവരെ ചോദ്യം ചെയ്യാൻ പാടില്ല, അതൊക്കെ ദൈവിക തീരുമാനങ്ങളായി അവരിലൂടെ വരുന്നതാണ് എന്ന് പറയുന്ന കൺസെപ്റ്റിനെയൊക്കെ സമൂഹത്തിൽ ചോദ്യം ചെയ്യുന്ന സാഹചര്യം വന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു പ്രൊട്ടസ്റ്റന്റുകാർ. അവർ ആശയപരമായി തന്നെ കത്തോലിക്ക സമൂഹത്തിൻ്റെ നിലപാടിനെ അവർ എതിർത്തു നിന്നു. അതേപോലെ ഫ്രാൻസിലും ഇതേപോലെയുള്ള മുന്നേറ്റങ്ങൾ നടന്നു. അതിൽ അവിടെ ഉണ്ടായിരുന്ന ഇൻ്റലക്ച്വൽസും അതേപോലെ തന്നെ ഫിലോസഫേഴ്സും ഒക്കെ അതിന് മുന്നിട്ട് വന്നു. അവർ അന്നുണ്ടായിരുന്ന സാമൂഹിക ക്രമത്തെ അവർ ചോദ്യം ചെയ്തു. അവർ പുതിയ സോഷ്യൽ കോൺട്രാക്റ്റൊക്കെ അവർ മുന്നിൽ വെച്ചു. അന്ന് നിലവിലുണ്ടായിരുന്ന 3 എസ്റ്റേറ്റുകൾ, അതിൽ ആദ്യത്തെ എസ്റ്റേറ്റുകളിൽ വളരെ പ്രിവിലേജുകൾ ഉണ്ടായിരുന്നു. അതിലായിരുന്നു ഈ പറയപ്പെടുന്ന ചർച്ചിൻ്റെ ആളുകളും അതേപോലെ അവിടുത്തെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഉൾപ്പെടുക. അതുകൊണ്ട് തന്നെ അവിടെ വരുന്ന ഓവർ ടാക്സുകളൊക്കെ ബാധിച്ചിരുന്നത് അവിടെ ഉണ്ടായിരുന്ന കോമൺ ആളുകളെയായിരുന്നു, അവിടുത്തെ മർച്ചൻസിനെയും അതേപോലെ ഫാമേഴ്സിനെയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിനെയൊക്കെ എതിർത്തുകൊണ്ട് അവിടെ എന്ത് ചെയ്യുന്നു, ഇതേപോലുള്ള ബൗദ്ധിക ചർച്ചകൾ രൂപപ്പെട്ടു. അങ്ങനെ 19-ാം നൂറ്റാണ്ടായപ്പോൾ അവിടെ ഇൻഡസ്ട്രിയലൈസേഷൻ അല്ലെങ്കിൽ വ്യവസായിക വിപ്ലവം ഉണ്ടാകുന്നു. ആ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ ഭാഗമായിട്ട് പുതിയ ടെക്നോളജികൾ വരുന്നു, പുതിയ മെഷീനറീസ് വരുന്നു. അപ്പോൾ പിന്നെ ഈ മാനുവൽ ലേബറിൻ്റെ ആവശ്യം അവിടെ കുറഞ്ഞു വരുന്നൊരു സാഹചര്യം വന്നു. അപ്പോൾ സ്ലേവറിയെക്കാട്ടി നല്ലത് ഫ്രീ ലേബർ, അഥവാ ഇന്ന് കാണുന്ന പോലെ ജോലി ചെയ്തിട്ട് തിരിച്ചു പോകുന്ന ഒരവസ്ഥയിൽ ആ ഒരു ലേബർ സിസ്റ്റമാണ് നല്ലത് എന്ന് പറയുന്ന ഒരു ചർച്ച അവിടെ രൂപപ്പെടുന്നു. അതേപോലെ തന്നെ നാഷണലിസം, ഈ കോളനിവൽക്കരിക്കപ്പെട്ട രാജ്യങ്ങളൊക്കെ തന്നെ അവിടെ നിന്ന് രക്ഷപ്പെട്ട് സ്വതന്ത്രമാകാനുള്ള ഒരു ദേശീയ ബോധത്തിലേക്ക് എത്തുന്നു. അതേപോലെ സോഷ്യലിസവും കമ്മ്യൂണിസവും അതേപോലെ മാർക്സിൻ്റെ ഏഞ്ചൽസിൻ്റെയും ഒക്കെ എഴുത്തുകളുമൊക്കെ യൂറോപ്പിൽ അലയടിക്കുന്നു. ഇങ്ങനെ
പലതരത്തിലുള്ള ഭൗതികപരമായിട്ടുള്ള മാറ്റങ്ങളും ഈ യൂറോപ്യൻ ജനതയുടെ സംഭവിക്കുന്നു. അങ്ങനെ നിലവിലുണ്ടായിരുന്ന ആ സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യത്തിനെതിരായിട്ട് വളരെ ശക്തമായിട്ടുള്ള എതിർപ്പുകൾ അലയടിക്കുന്ന ആ സമയത്താണ് ഈ പറയപ്പെടുന്ന ട്രാൻസ് അറ്റ്ലാന്റിക് സ്ലേവ് ട്രേഡുമായി ബന്ധപ്പെട്ട അവിടെ നടക്കുന്ന ക്രൂരതകൾ പതുക്കെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിലേക്ക് അനാവരണം ചെയ്യപ്പെടുന്നത്. ഇതിന് കാരണക്കാരായിട്ടുള്ള ആളുകൾ എന്ന് പറയുന്ന അന്നത്തെ മീഡിയയുടെ ആളുകൾ, അതേപോലെ തന്നെ ഈ കപ്പലിൽ ഇവരോടൊപ്പം സഞ്ചരിച്ച ആളുകൾ, അതേപോലെ ഇവരെ അടിമയാക്കപ്പെട്ടിട്ട് പിന്നെ രക്ഷപ്പെട്ട ആളുകൾ, ഇങ്ങനെയുള്ള ആളുകളിൽ നിന്നും ഈ പറയപ്പെടുന്ന ഈ കപ്പലുകളിലും അതേപോലെ തന്നെ ഇവർ സ്ലേവ് ചെയ്യപ്പെടുന്ന സ്ഥലത്തുമൊക്കെ നടക്കുന്ന ക്രൂരതകൾ ഓരോന്നായിട്ട് അനാവരണം ചെയ്യപ്പെട്ടു. അങ്ങനെ പ്രസിദ്ധീകരിച്ച ഒരു നോട്ടീസാണിത്. ഇതിൽ നിങ്ങൾക്ക് അവിടെ കാണുന്നത് ഈ സ്ലേവ് ട്രേഡിന് അവർ യൂസ് ചെയ്യുന്ന ഒരു ഷിപ്പിൻ്റെ മോഡലാണ് അവർ കാണിച്ചിരിക്കുന്നത്. ദിസ് ഈസ് എ പ്രിന്റ് ഷോയിങ് ഹൗ ആഫ്രിക്കൻസ് വെർ പാക്ഡ് ഇൻ ടു ദി സ്ലേവ് ഷിപ്പ് ബ്രൂക്സ് വിത്ത് ടെക്സ്റ്റ് റെക്കോർഡിംഗ് ദ ഡയമെൻഷൻസ് ആൻഡ് അക്കൗണ്ട് ഓഫ് സ്പേസ് അവൈലബിൾ. ഇറ്റ് വാസ് കമ്മീഷൻഡ് ബൈ തോമസ് ക്ലാർസൺ ഫ്രം ദ അബോളിഷനിസ്റ്റ് publisher James Philip in 1788, and the Committee of the Abolition of Slavery used it to inform and shock the public. ഇത് പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് ഇറക്കി വിട്ടു. അതുവരെയും പൊതുസമൂഹം ഈ സ്ലേവുകളെ കണ്ടിട്ടുണ്ടെങ്കിലും ഈ സ്ലേവ് ട്രേഡും അതേപോലെ തന്നെ ഈ എൻസ്ലേവ്മെൻറ്റ് പരിപാടി എങ്ങനെയാണെന്ന് ഇവർ മനസ്സിലാക്കിയിരുന്നില്ല. ഇതിൻ്റെ ഒരു ഭീകരമായ അവസ്ഥ ഇവരുടെ മുമ്പിൽ അവർ പ്രസിദ്ധീകരിച്ചു. അതോടുകൂടി അവിടെ വലിയ പ്രശ്നങ്ങളുണ്ടായി. ഇതുപോലെയുള്ള 7000 പോസ്റ്ററുകളും അതേപോലെ തന്നെ ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ക്യാമ്പയിൻ നടത്തേണ്ടതെന്നുള്ള പ്ലാനുകളുമൊക്കെ ഈ ജനങ്ങളുടെ ഇടയിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടു. Over 7,000 posters of the plan were printed and distributed to promote the abolition campaign. The ship Brooks was built in Liverpool in the 1780s and carried over 600 enslaved Africans on 2 Atlantic crossings in 1783. ഇത് 1780-ലാണ് ഈ ലിവർപൂളിൽ വെച്ചിട്ടാണ് ഈ ബ്രൂക്സ് എന്ന് പറയുന്ന ഈ കപ്പൽ ഉണ്ടാക്കുന്നത്. അതിൽ 1783 2 തവണ 600 ആഫ്രിക്കൻസിനെ ഇവരെന്ത് ചെയ്തിട്ടുണ്ട്, ഈ അറ്റ്ലാന്റിക് സമുദ്രം കഴിഞ്ഞ് ഈ അമേരിക്കയിൽ എത്തിച്ചിട്ടുണ്ട്. ദ പ്രിൻറ്റ് ആക്ച്വലി ഷോസ് ഓൺലി 482 പീപ്പിൾ. ആ വരച്ചു വെച്ചിരിക്കുന്ന ആ പടത്തിൽ 482 പേരെ കാണിക്കുന്നുള്ളെങ്കിലും അതിനേക്കാട്ടിലും വളരെ കൂടുതൽ, അഥവാ 600 പേരിലധികമായിരുന്നു ഈ കപ്പലിനകത്ത് അവർ അക്കോമഡേറ്റ് ചെയ്തത്. എൻസ്ലേവ്ഡ് മെൻ, വുമൺ ആൻഡ് ചിൽഡ്രൻ വെർ പാക്ഡ് ഇൻ ടു ദി ഹോൾഡ് ഫോർ ദി 6 to 8 വീക്ക് ജേർണി. 6 മുതൽ 8 ആഴ്ച വരെ നീണ്ടു നിൽക്കുന്ന ഈ യാത്രയിലേക്ക് ഇവരെ എന്ത് ചെയ്തു, വളരെ കുത്തി നിറച്ചാണ് കൊണ്ടുപോയിരുന്നത്. ദ ബ്രൂക്സ് ഇമേജ് വാസ് യൂസ്ഡ് ടു ക്യാമ്പയിൻ ടു ലിമിറ്റ് ദ നമ്പർ ഓഫ് എൻസ്ലേവ്ഡ് ആഫ്രിക്കൻസ് ഓൺ ബോർഡ്. ഇത് വന്നതോടുകൂടി വലിയ ക്യാമ്പയിൻ ആദ്യം ഉണ്ടാകുന്നത് കംപ്ലീറ്റ് ആയിട്ട് ബാൻ ചെയ്യണമെന്നല്ല, നേരെ മറിച്ച് ഈ ആഫ്രിക്കക്കാരെ കടത്തിക്കൊണ്ട് പോകുമ്പോൾ അതിനൊരു ലിമിറ്റ് വേണം, അത് ഇതിൽ കൂടുതൽ ആവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ആദ്യം ഒരു ക്യാമ്പയിൻ അവർ നടത്തി. ഇങ്ങനെ സ്ലേവറി ബാൻ ചെയ്യണമെന്ന് പറഞ്ഞ് രംഗത്ത് വന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഗ്രൂപ്പാണ് ഇവാഞ്ചലിക്കൽ ഗ്രൂപ്പായിട്ടുള്ള ക്വാക്കേഴ്സ് എന്ന് പറയുന്നൊരു ടീം. അവരെ സംബന്ധിച്ചോളം അവർ ശക്തമായി ഇത് ക്രൈസ്തവ ആശയത്തിന് തന്നെ വിരുദ്ധമാണ് എന്നുള്ള രൂപത്തിൽ അവർ രംഗത്ത് വന്നു. അവരെ എതിർത്തുകൊണ്ട് പ്രൊട്ടസ്റ്റൻസിൽപ്പെട്ട ചില ആളുകൾ വന്നു, കത്തോലിക്കരായിട്ടുള്ള ചില ആളുകൾ വന്നെങ്കിലും ഇവരുടെ ക്യാമ്പയിൻ വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോവുകയും പിന്നീട് ഈ യൂറോപ്പിലുണ്ടായ ഈ മൊത്തം മാറ്റങ്ങൾ ഇവരോടൊപ്പം ഈ സ്ലേവറി ബാൻ ചെയ്യണമെന്ന് പറയുന്ന പൊതു തത്വത്തിലേക്ക് ഈ എല്ലാ സമൂഹത്തിൽപ്പെട്ട ആളുകളും വരികയും ചെയ്തു. ഇങ്ങനെ ബ്രിട്ടനിൽ ഈ സ്ലേവറി നിരോധിക്കണമെന്ന് പറഞ്ഞ് ഏറ്റവും ശക്തമായ രംഗത്ത് വന്ന ആൾ വില്യം വിൽബർഫോഴ്സ് എന്ന് പറഞ്ഞ ഒരു ലെജൻഡാണ്. അദ്ദേഹം പാർലമെൻറ്റിലും അതേപോലെ തന്നെ അദ്ദേഹം പൊതു ക്യാമ്പയിനിലും ഒക്കെ വളരെ ശക്തമായിട്ട് ഇതിനെതിരായിട്ട് നിയമം കൊണ്ടുവരുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തി. വില്യം വിൽബർഫോഴ്സിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സ്ലേവറിയുടെ വിഷയത്തിൽ ഇത്ര ശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്നെങ്കിലും ഇദ്ദേഹം ബ്രിട്ടൻ്റെ കോളനിവൽക്കരണത്തെ സപ്പോർട്ട് ചെയ്യുകയും എന്ന് മാത്രമല്ല ആ കോളനിവൽക്കരിക്കപ്പെടുന്ന നാടുകളെ ക്രൈസ്തവവൽക്കരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഫണ്ടുകൾ ഈ ചൂഷകരായിട്ടുള്ള ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പോലുള്ള ആളുകൾ ഇവർക്ക് നൽകണം എന്ന് പറഞ്ഞ് അവരുമായി തർക്കിക്കുകയും അതേപോലെ തന്നെ അതിനുവേണ്ട പൊളിറ്റിക്കൽ നടപടികളൊക്കെ ഇദ്ദേഹം സ്വീകരിക്കുകയും ചെയ്തു എന്നും കാണാം. ഇങ്ങനെ കിരാതമായി നടന്നു വന്നിരുന്ന ഈ സ്ലേവ് ട്രേഡ് എന്ന് പറയുന്ന ഈ ഒരു ആഭാസം അത് നിർത്തുന്നതിന് വേണ്ടി യൂറോപ്പിലെ പൊതുജനം തന്നെ നിരത്തിലിറങ്ങുന്ന സാഹചര്യമുണ്ടായി. ഈ അബോളിഷനിസ്റ്റ് മൂവ്മെൻറ്റുകൾ വളരെ ശക്തമായ ക്യാമ്പയിനുകൾ ആരംഭിച്ചു. അത് നോട്ടീസുകൾ വഴിയും പബ്ലിക് സ്പീച്ചുകൾ വഴിയും അതേപോലെ പാർലമെൻറ്റിലുമൊക്കെ അവർ ശക്തമായ സ്വാധീനം ചെലുത്തി. ഇങ്ങനെ ഇവർ നടത്തുന്ന മൂവ്മെൻറ്റുകളെ ശക്തിപ്പെടുത്തുന്നതായിരുന്നു ആ സമയത്ത് അരങ്ങേറിയ സ്ലേവ് അപ്രൈസിങ്സ് അല്ലെങ്കിൽ സ്ലേവ് റിബലിയൻ. ഈ സ്ലേവുകൾ തന്നെ ഈ പറയപ്പെടുന്ന സിസ്റ്റത്തിനെതിരായിട്ട് നിലവിൽ വരികയും പല നാടുകളിലും വലിയ വലിയ പ്രശ്നങ്ങൾ ഇവരുണ്ടാക്കുകയും ചെയ്തു. ഇതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് ഈ ഓരോ കോളനികളിലും അല്ലെങ്കിൽ ഓരോ ഐലൻഡിലും അല്ലെങ്കിൽ ഓരോ സ്ഥലത്തേക്കും ഈ പറയപ്പെടുന്ന പോലെ ധാരാളം ആഫ്രിക്കക്കാരെ കൊണ്ട് അവിടെ കൊണ്ട് താമസിപ്പിച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ഈ ആഫ്രിക്കക്കാരുടെ ജനസംഖ്യ കൂടുകയും അഥവാ ഈ സ്ലേവുകളുടെ ജനസംഖ്യ കൂടുകയും അവിടെ ഉണ്ടായിരുന്ന വെള്ളക്കാരുടെ ജനസംഖ്യ വളരെ കുറയുകയും ചെയ്തു. അങ്ങനെ ചില നാടുകളിലൊക്കെ 20 സ്ലേവ്സിന് ഒരു വെള്ളക്കാരൻ മാത്രം എന്നുള്ള അവസ്ഥയിലേക്ക് വന്നു. ആ സാഹചര്യങ്ങൾ എത്തിയപ്പോൾ സ്വാഭാവികമായിട്ട് ഇവരുടെ ക്രൂരതകൾക്കെതിരായിട്ട് അവിടെ അടിമകളുടെ ഭാഗത്തുനിന്ന് തന്നെ തിരിച്ച് റിബലിയൻ ആരംഭിച്ചു. ഇങ്ങനെ നടന്ന സ്ലേവ് റിബലിയനിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് 1570 സ്പെയിനെതിരായിട്ട് നടന്ന ഗാസ്പർ യാങ്ക റിബലിയൻ.
ഇതിനെയാണ് ഫസ്റ്റ് ലിബറേറ്റർ ഓഫ് ദി അമേരിക്കാസ്, ആദ്യമായിട്ട് ഈ പറയപ്പെട്ട അമേരിക്കയിൽ നിന്നും വിമോചനം നേടിയ അല്ലെങ്കിൽ ഈ സ്ലേവറിയിൽ നിന്നും രക്ഷപ്പെട്ട ഒരു സമൂഹമായിട്ട് പറയുന്നത്. ഇവർ ഏറ്റവും അവസാനം ഇവരെ കീഴടക്കാനൊക്കെ ധാരാളം ശ്രമങ്ങളൊക്കെ നടത്തിയെങ്കിലും ഇവർ വഴങ്ങാതിരിക്കുകയും ഏറ്റവും അവസാനം ഇവർ സ്പെയിനുമായിട്ട് ടാക്സ് നൽകാമെന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരെ ഒരു ഫ്രീ കോളനിയായിട്ട് പ്രഖ്യാപിച്ചു. This municipality, the first official settlement of freed Africans in the Americas, was finally established in 1630 and still exists today under the name Yanga. ഇപ്പോഴും അത് യാങ്ക എന്ന പേരിൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. അതേപോലെ നടന്ന മറ്റൊരു റിബലിയനാണ് നോർത്ത് അമേരിക്കയിൽ. അവിടെ ഡാനിഷ് ഡോൺ ലാൻഡ് ആയിട്ടുള്ള സെൻറ്റ് ജോണിൽ ഡെൻമാർക്കിനെതിരായിട്ട് എന്ത് ചെയ്യുന്നു, അവിടെ വലിയൊരു സ്ലേവ് റിബലിയൻ നടക്കുന്നുണ്ട്. ഇങ്ങനെ നടന്ന സ്ലേവ് റിബലിയനിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും വിജയകരമായി പൂർത്തീകരിച്ചതുമായിട്ടുള്ള ഒരു റിബലിയനാണ് ഹൈത്തിയൻ റവല്യൂഷൻ. അത് 1791 ഫ്രാൻസിൻ്റെ കോളനിയായിട്ടുണ്ടായിരുന്ന ഹൈത്തി ഫ്രാൻസിനെതിരായിട്ട് നീക്കം നടത്തുകയും വലിയ പ്രശ്നമുണ്ടാക്കുകയും ചെയ്തു. അങ്ങനെ 1794 ഫ്രാൻസ് സ്ലേവറി ഈ ഹൈത്തി എന്ന് പറയുന്ന പ്രദേശത്ത് ബാൻ ചെയ്തു. ഈ ഒരു കലാപത്തിന് അവിടെ നേതൃത്വം വഹിച്ചത് മുമ്പ് സ്ലേവ് ആയിരുന്ന തൗസിൻ ലോവർച്ചർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം 1881 അവിടുത്തെ ഗവർണർ ജനറലായിട്ട് മാറുകയും ചെയ്തു. എന്നാൽ പിന്നീട് നെപ്പോളിയൻ ബോണോപാർട്ട് 1802 വീണ്ടും ഈ പറഞ്ഞ ഹൈത്തി കീഴടക്കി വീണ്ടും അവിടേക്ക് സ്ലേവറി കൊണ്ടുവരാൻ വേണ്ടി ശ്രമം നടത്തിയെങ്കിലും വീണ്ടും വലിയ പ്രശ്നങ്ങൾ നടന്നിട്ട് ഡെസാലിയൻസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ നേതൃത്വത്തിൽ ഈ പറയപ്പെടുന്ന ഹൈത്തി ഒരു പുതിയൊരു രാജ്യമായിട്ട് മാറുകയും ചെയ്തു. ഈ ഒരു വാർത്ത യൂറോപ്പിൽ ഉടനീളം പരക്കുകയും അവിടെ ഉണ്ടായിരുന്ന സ്ലേവുകളുടെ ഇടയിൽ ഒരു റിബലിയനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടാകുകയും ചെയ്തു. അതേപോലെ ബ്രിട്ടനെതിരായിട്ട് 1823 ഇന്നത്തെ ഗുയാന എന്ന് പറയുന്ന സ്ഥലത്ത് ഡെമറാറ റിബലിയൻ എന്ന് പറയുന്ന ഒരു സംഭവം വളരെ ശക്തമായ രൂപത്തിൽ അവിടെ 10,000 ആളുകൾ ഈ പറയപ്പെടുന്ന റിബലിയനിൽ പങ്കെടുത്തു. അതിനുശേഷം ബ്രിട്ടനിൽ ഈ സ്ലേവറി ബാൻ ചെയ്യാനുണ്ടായ ഏറ്റവും ശക്തമായ കാരണങ്ങളൊന്ന് 1831-32 കാലഘട്ടത്തിൽ ജമൈക്കയിൽ ഈ കരീബിയൻ ഐലൻഡ്സിൽ ബാപ്റ്റിസ്റ്റ് വാർ നടന്നു. ഇതിനെ ക്രിസ്മസ് റിബലിയൻ എന്നുകൂടിയാണ് അറിയപ്പെടുന്നത്. കാരണം ക്രിസ്മസ് നടക്കുന്നതിൻ്റെ അതിനോടനുബന്ധിച്ചാണ് ഈ ഒരു പ്രശ്നവും അവിടെ രൂപപ്പെടുന്നത്. ഏതാണ്ട് 60,000 സ്ലേവുകൾ ഈ റിബലിയനിൽ പങ്കെടുത്തു. അങ്ങനെ വലിയൊരു പ്രശ്നം നടന്നു. ഈ പങ്കെടുത്തവരിൽ ബഹുഭൂരിപക്ഷം എന്ന് പറയുന്നത് ഈ പ്രൊട്ടസ്റ്റൻസുകാരായിട്ടുള്ള ബാപ്റ്റിസ്റ്റ് ആയിട്ടുള്ള ആളുകളായിരുന്നു. ഈ കലാപത്തിന് അനന്തരഫലമായിട്ട് മോർ ദാൻ 300 എൻസ്ലേവ്ഡ് മെൻ ആൻഡ് വുമൻ വെർ എക്സിക്യൂട്ടഡ്. 300ഓളം അടിമകളെ അവർ വധിച്ചു, ഇൻക്ലൂഡിങ് സാമുവൽ ഷാർപ്പ് ഹു വാസ് ഹാങ്ഡ്. അവരുടെ ലീഡറായിട്ടുള്ള സാമുവൽ ഷാർപ്പ് എന്ന് പറയുന്ന ബാപ്റ്റിസ്റ്റ് നേതാവിനെയും അവർ കൊന്നുകളഞ്ഞു. പക്ഷേ ഈ ഒരു സംഭവം വലിയൊരു പ്രശ്നമായിട്ട് ബ്രിട്ടനിലുണ്ടായി. ദ ബാപ്റ്റിസ്റ്റ് വാർ ഹൗഎവർ പുഷ്ഡ് ഗ്രേറ്റ് ബ്രിട്ടൻ ടു അഡോപ്റ്റ് ഫുൾ ഇമാൻസിപ്പേഷൻ ത്രൂ ഔട്ട് ഓൾ ഓഫ് ഇറ്റ്സ് കോളനീസ് ഇൻക്ലൂഡിങ് ജമൈക്ക ആൻഡ് ദ വെസ്റ്റ് ഇൻഡീസ് ഇൻ 1838. അതേപോലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ കാര്യം എടുത്താലും ഈ പറയപ്പെടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഈ സ്ലേവറി ബാൻ ചെയ്യുന്ന സംഭവം എന്ന് പറയുന്നത് അമേരിക്കൻ സിവിൽ വാറുമായി ബന്ധപ്പെട്ടാണ്. അതിന് 2 നൂറ്റാണ്ട് മുമ്പ് തന്നെ ഏതാണ്ട് 250 റിബലിയൻ ഈ സ്ലേവുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ധാരാളം സ്ലേവുകൾ സൂയിസൈഡ് ചെയ്തു, ധാരാളം ആളുകൾ ഓടി രക്ഷപ്പെട്ടു. ഇതിൽ പ്രധാനപ്പെട്ടതാണ് വിർജീനിയയിലെ ഗബ്രിയേൽ നടത്തിയ ഏതാണ്ട് 1000 പേരടങ്ങുന്ന സ്ലേവുകൾ ആയുധമേന്തിക്കൊണ്ട് നടത്തിയിട്ടുള്ള പോരാട്ടം. അതേപോലെ തന്നെ വെസീസ് റിബിലിയൻ എന്ന് പറയപ്പെടുന്ന ഡെൻമാർക്ക് വെസി, അദ്ദേഹം 9,000 സ്ലേവുകളെ സംഘടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം കലാപം നടത്തുന്നുണ്ട്. അതേപോലെ നെറ്റേണർ റിബലിയൻ ഇൻ 1831, ഇതും വളരെ പ്രശസ്തമാണ്. ആ കലാപത്തിൽ അവർ ഏതാണ്ട് 60ഓളം വെള്ളക്കാരെ അവിടോട്ട് കൊന്നുകളഞ്ഞു. ഇങ്ങനെ യാതൊരു മാനദണ്ഡവുമില്ലാതെ ആ നാട്ടിലുള്ള ആളുകളെ അടിമകളാക്കി പിടിക്കുക, അങ്ങനെ കച്ചവടം ചെയ്യുക, അങ്ങനെ കീശ വീർപ്പിക്കുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യത്തിൽ നടന്ന ഈ ട്രാൻസ് അറ്റ്ലാന്റിക് സ്ലേവ് ട്രേഡ് അത് പതുക്കെ തിരിച്ചടിയായിട്ട് വന്നു. ഇവിടെ നടക്കുന്ന ക്രൂരതകൾ ഇവരുടെ നാട്ടിലറിഞ്ഞപ്പോൾ ആ നാട്ടിലെ സ്വന്തം ജനങ്ങൾ ഇവർക്കെതിരായിട്ട് രംഗത്ത് വരുന്ന സാഹചര്യമുണ്ടായി. അതേപോലെ തന്നെ ഇവർ ഈ സ്ലേവുകളാക്കി ഓരോ നാട്ടിൽ കൊണ്ട് ഇവരെ കൊണ്ട് താമസിപ്പിച്ചപ്പോൾ അവർ വലിയൊരു ജനസംഖ്യയായിട്ട് മാറുകയും അവർ തന്നെ ഇവർക്കെതിരായിട്ട് വലിയ റിബലിയൻ സ്റ്റാർട്ട് ചെയ്യുന്ന രൂപത്തിലേക്ക് വന്നു. അതേപോലെ തന്നെ ഈ അടിമകളാക്കി കൊണ്ടുപോയ ആളുകളെയൊക്കെ ഈ നാടുകളിലെത്തിയപ്പോൾ അവർ ക്രൈസ്തവൽക്കരിച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ഇവരെ അടിമകളാക്കി വെക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്നതിനെ അവിടെ ഉണ്ടായിരുന്ന പ്രൊട്ടസ്റ്റന്റുകാരായിട്ടുള്ള ആളുകളും മിഷണറികളായിട്ടുള്ള ആളുകളും രംഗത്ത് വന്നു. ഇങ്ങനെ 14-ാം നൂറ്റാണ്ട് വരെ സ്ലേവറി ഒരു വ്യവസ്ഥാപിതമായിട്ട് നടന്നതെങ്കിൽ അത് പിന്നീട് ഈ കോലത്തിലേക്ക് അത് മാറിയപ്പോൾ സ്വാഭാവികമായിട്ടും അത് സാമൂഹ്യമായ മാറ്റങ്ങൾക്ക് കാരണമായി, അത് സാമ്പത്തികമായ മാറ്റങ്ങൾക്ക് കാരണമായി, അത് സ്വാഭാവികമായിട്ടും അത് രാഷ്ട്രീയ മാറ്റങ്ങൾക്കും കാരണമായി. ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിൻ്റെ ഏറ്റവും മൂർധന്യാവസ്ഥയിലാണ് അമേരിക്കൻ സിവിൽ വാർ എന്ന് പറയുന്ന സംഭവം നടക്കുന്നതും അതേപോലെ എബ്രഹാം ലിങ്കൺ ഈ പറയപ്പെടുന്ന സ്ലേവറിയെ ബാൻ ചെയ്യുകയും ചെയ്യുന്നത്. ഈ സ്ലൈഡിലേക്ക് നോക്കിയാൽ അവിടുത്തെ സാഹചര്യങ്ങൾ നമ്മൾ ചുരുക്കി പറഞ്ഞിട്ടുണ്ട്. ഈ അമേരിക്കൻ സിവിൽ വാർ നടക്കുന്നത് 1861-നും 65-നും ഇടയ്ക്ക് 4 വർഷമായിട്ടാണ്. ഇതിൽ ഈ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ നോർത്തേൺ സ്റ്റേറ്റ്സും സദേൺ സ്റ്റേറ്റ്സും തമ്മിലാണ് പ്രശ്നം ഉണ്ടാകുന്നത്. ഇങ്ങനെ പ്രശ്നം ഉണ്ടാകാനുള്ള കാര്യമെന്ന് പറയുന്നത് അവിടെ ഉണ്ടായ സോഷ്യോ എക്കണോമിക് ചേഞ്ചാണ്. അവിടുത്തെ സാമൂഹികവും അതേപോലെ തന്നെ
അവിടുത്തെ സാമ്പത്തികവുമായിട്ടുള്ള വ്യത്യാസമാണ്. എന്താണ് ആ വ്യത്യാസം ഉണ്ടായത്? നോർത്തേൺ സ്റ്റേറ്റ്സിൻ്റെ എക്കോണമി എന്ന് പറയുന്നത് അത് റാപ്പിഡ്ലി മോഡേണൈസിങ് ആൻഡ് ഡൈവേഴ്സിഫൈങ് പല രൂപത്തിലുള്ളതായിരുന്നു. അതേപോലെ തന്നെ പല പുതിയ പുതിയ മേഖലകളിലേക്ക് അവർ കടന്നു. മോസ്റ്റ്ലി സ്മോളർ ഫാംസ് ദാറ്റ് റിലൈഡ് ഓൺ ഫ്രീ ലേബർ. അവർക്കുണ്ടായിരുന്നത് ചെറിയ ചെറിയ കൃഷി സ്ഥലങ്ങളാണ്. അവിടെ അവർക്ക് വേണ്ടിയിരുന്നത് സ്ലേവ്സിനെ കൊണ്ടുവന്നിട്ട് അവരുടെ മുഴുവൻ കാര്യങ്ങളും നോക്കിക്കൊണ്ടുള്ള അവരെ സംരക്ഷിച്ചുകൊണ്ടുള്ള രീതിയല്ല, നേരെ മറിച്ച് അവർക്ക് വേണ്ടിയിരുന്നത് ഫ്രീ ലേബറാണ്. അഥവാ രാവിലെ വന്ന് ജോലി ചെയ്തിട്ട് വൈകിട്ട് തിരിച്ച് അവർ പോകണം. അതേപോലെ തന്നെ അവിടെ ധാരാളമായിട്ട് ഇൻഡസ്ട്രിയലൈസേഷൻ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ ഭാഗമായിട്ട് ധാരാളം മെഷീനറീസും മറ്റ് സംവിധാനങ്ങളും വന്നു. അതുകൊണ്ട് തന്നെ മാനുവൽ ലേബറിൻ്റെ ആവശ്യമില്ലാതായി. അതേപോലെ ഈ നോർത്തേൺ സ്റ്റേറ്റ്സിൻ്റെ ആളുകൾ മെയിനായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിരുന്ന സ്ഥലങ്ങൾ എന്ന് പറയുന്നത് ഈ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റത്തിൻ്റെ ഡെവലപ്മെൻറ്റ്, അതേപോലെ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിൻ്റെ ഡെവലപ്മെൻറ്റ് എന്ന് തുടങ്ങിയിട്ടുള്ള മേഖലകളായിരുന്നു. എന്നാൽ സദേൺ സ്റ്റേറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം ബേസ്ഡ് പ്രിൻസിപ്പലി ഓൺ ലാർജ് ഫാംസ്, അവരെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയ പ്ലാന്റേഷൻ, ഈ കോഫിയുടെയും ടൊബാക്കോ, കോട്ടൺ എന്ന് തുടങ്ങിയിട്ടുള്ള വലിയ പ്ലാന്റേഷൻസ് ഉണ്ട്. അവർ മെയിനായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരുന്നത് മെഷീനറിയെയോ അല്ലെങ്കിൽ ഫ്രീ ലേബറിനെ ആയിരുന്നില്ല. അവർ നേരെ മറിച്ച് ഈ ആഫ്രിക്കയിൽ നിന്ന് കൊണ്ടുവരുന്ന ഈ സ്ലേവ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരുന്നു സദേൺ സ്റ്റേറ്റ്സിൻ്റെ എക്കോണമി. സദേണേഴ്സ് ഇൻവെസ്റ്റഡ് ദെയർ മണി ഇൻ സ്ലേവ്സ് ഈവൻ മോർ ദാൻ എ ലാൻഡ്. എന്ന് മാത്രമല്ല, ഇവർ മെയിനായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിരുന്നത് ഭൂമിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെക്കാട്ടി കൂടുതൽ അവർ ഈ സ്ലേവ് ട്രേഡിങ്ങിലും സ്ലേവിനെ വാങ്ങിക്കുന്ന ഇടപാടുകളും ഒക്കെയാണ് അവർ കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിരുന്നത്. അതേപോലെ തന്നെ ദ പ്രൈസ് ഓഫ് കോട്ടൺ, ദ സൗത്ത് ഡിഫൈനിങ് ക്രോപ്പ്, ഹാഡ് സ്കൈ റോക്കറ്റഡ് ഇൻ ദ 1850s. ഇവരെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ 1850 ആയപ്പോൾ ഈ കോട്ടൻ്റെ റേറ്റ്, ഈ സൗത്തിലാണ് ഈ പ്ലാന്റേഷൻ നടക്കുന്ന സ്ഥലങ്ങളിലാണ് ഈ കോട്ടണൊക്കെ ഉണ്ടാക്കുന്നത്, അവിടെ ഇവരെന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ കോട്ടൺ റേറ്റ് ഭയങ്കരമായിട്ട് കൂട്ടി. അതേപോലെ തന്നെ അവിടെ സ്ലേവുകളുടെ വിലയും ഭയങ്കരമായിട്ട് കൂടി. ബൈ 1860 ദ പെർ ക്യാപിറ്റ വെൽത്ത് ഓഫ് സദേൺ വൈറ്റ്സ് വാസ് ട്വൈസ് ദാറ്റ് ഓഫ് നോർത്തേണേഴ്സ്. അങ്ങനെ 1860 കാലഘട്ടമായപ്പോഴേക്കും ഈ സൗത്തിലുള്ള വെള്ളക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ നോർത്തിലുള്ളവരെക്കാട്ടിൽ ഇരട്ടി അവർ വെൽത്ത് ഉള്ളവരായിട്ട് മാറി. ആൻഡ് 3/5 ഓഫ് ദ വെൽത്തിയസ്റ്റ് ഇൻഡിവിജ്വൽസ് ഇൻ ദ കൺട്രി വെർ സദേണേഴ്സ്. അതേപോലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ 5-ൽ 3 സമ്പന്നന്മാരും ഉണ്ടായിരുന്നത് സദേൺ സ്റ്റേറ്റിലായിരുന്നു. ഈ രണ്ട് എക്കോണമി ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകും, നോർത്തിനെ സംബന്ധിച്ചിടത്തോളം അവർ സ്ലേവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല അവരുടെ കച്ചവടങ്ങളും അവരുടെ വരുമാനങ്ങളും ഒക്കെ തന്നെ. അതുകൊണ്ട് തന്നെ ഇവിടെ കൂടുതലായിട്ട് ഈ ആഫ്രിക്കക്കാരായിട്ടുള്ള ആളുകൾ വരുന്നതിലോ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന ഏതെങ്കിലും സ്ലേവ് റിബലിയൻസ് നടക്കുന്നതിനെ ഒന്നും തന്നെ അവർക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടും, അതേപോലെ തന്നെ അവരുടെ മോറൽ കാഴ്ചപ്പാടിലും ഈ പറയപ്പെടുന്ന സ്ലേവറി ബാൻ ചെയ്യേണ്ടതുണ്ട്, അത് അബോളിഷൻ ചെയ്യേണ്ടതുണ്ട് എന്നൊരു കാഴ്ചപ്പാടിലായിരുന്നു ഈ നോർത്തേൺ സ്റ്റേറ്റ്സിലുള്ള ആളുകൾ. ഇങ്ങനെയുള്ള ആളുകൾ ഇവർ പലതരത്തിലുള്ള ക്യാമ്പയിൻ സൗത്തിലേക്ക് നടത്തിയെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊന്നും മറുത്ത് ചിന്തിക്കാൻ പറ്റാത്ത രൂപത്തിൽ അവരുടെ സാമ്പത്തിക അടിത്തറ എന്ന് പറയുന്നത് ഈ സ്ലേവിനെ ഡിപ്പെൻഡ് ചെയ്ത് തന്നെയാണുള്ളത്. ഇത് ഈ സദേൺ സ്റ്റേറ്റും നോർത്തേൺ സ്റ്റേറ്റും തമ്മിൽ വലിയൊരു പ്രശ്നത്തിലേക്ക് നീങ്ങി. അതോടൊപ്പം തന്നെ ഈ കാലയളവിൽ പുതിയ പുതിയ സ്റ്റേറ്റുകൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ ഭാഗമായിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയും എന്ത് നിലപാട് സ്വീകരിക്കണം എന്നുള്ളതിൽ ഇവരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി. അങ്ങനെ ഈ നോർത്തേൺ സ്റ്റേറ്റ്സിലുള്ള ഈ അബോളിഷനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെല്ലാം കൂടെ ചേർന്നുകൊണ്ട് അവരൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നു. അത് റിപ്പബ്ലിക്കൻ പാർട്ടി എന്ന പേരിൽ അറിയപ്പെട്ടു. ഇതിൻ്റെ നേതാവായിട്ടാണ് എബ്രഹാം ലിങ്കൺ വരുന്നത്. ഇങ്ങനെ പതിറ്റാണ്ടുകൾ ഇവർ തമ്മിൽ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ആ സാഹചര്യത്തിലാണ് 1860 പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ എബ്രഹാം ലിങ്കൺ പ്രസിഡൻ്റായിട്ട് വരുന്നത്. അതോടുകൂടി സദേൺ സ്റ്റേറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം സകല പ്രതീക്ഷയും അസ്തമിച്ചു. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സാമ്പത്തിക അവസ്ഥ തകരുമെന്നും അവിടെ സ്ലേവറി ബാൻ ചെയ്യാനുള്ള സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ സദേൺ സ്റ്റേറ്റ്സിൽപ്പെട്ട 11 സ്റ്റേറ്റുകൾ ഈ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നിന്നും വിട്ടുമാറി കോൺഫെഡറേറ്റ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന് പറയുന്ന ഒരു പുതിയ സംവിധാനത്തിലെത്തുകയും ഈ യുണൈറ്റഡ് സ്റ്റേറ്റ്സിനെതിരെ കലാപം ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ ഈ ആഭ്യന്തര കലാപം 4 വർഷം വളരെ രൂക്ഷമായ രൂപത്തിൽ നടക്കുകയും എബ്രഹാം ലിങ്കൺ വളരെ ശക്തമായ രൂപത്തിൽ ഈ പറയപ്പെടുന്ന സദേൺ സ്റ്റേറ്റ്സിനെ അടിച്ചൊതുക്കുകയും തിരിച്ച് ഈ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലേക്ക് ഇവരെ കൂട്ടിക്കൊണ്ടുവരികയും ചെയ്തു. ഇങ്ങനെ നടന്ന സിവിൽ വാറിൽ നമ്മുടെ ആരിഫ് ഹുസൈൻ പറഞ്ഞതുപോലെ പുഷ്പം പോലെ എബ്രഹാം ലിങ്കൺ മാറ്റി എന്ന് പറയുന്ന ആ സിവിൽ വാറിൽ എന്തൊക്കെ നാശങ്ങളാണ് അല്ലെങ്കിൽ നഷ്ടങ്ങളാണ് അമേരിക്കയ്ക്ക് സംഭവിച്ചതെന്ന് നമ്മൾ നോക്കിയാൽ ഏതാണ്ട് 6,20,000 അമേരിക്കക്കാർ കൊല്ലപ്പെട്ടു. അത് പുതിയ ഡേറ്റാസിൻ്റെ അടിസ്ഥാനത്തിൽ 8,50,000 എന്ന് പറയുന്നുണ്ടെങ്കിലും അത് അമേരിക്കൻ മിലിറ്ററി അത് അംഗീകരിച്ചിട്ടില്ല. ഏതായാലും 6,20,000 അവർ അംഗീകരിക്കുന്നുണ്ട്. അതേപോലെ 4,76,000 പേർക്ക് പരിക്ക് സംഭവിച്ചു. 4 ലക്ഷം ആളുകളെ മിസ്സിംഗ് ആയി. കാരണം യുദ്ധം തുടങ്ങുന്ന സമയത്ത് തന്നെ എബ്രഹാം ലിങ്കൺ ഹേബിയസ് കോർപ്പസ് ഒക്കെ തന്നെ എടുത്ത് കളയുകയും
ആരെ വേണമെങ്കിലും പിടിക്കാനും അതേപോലെ തടവിലാക്കുന്നതിനുമൊക്കെ അനുവാദം കൊടുത്തിരുന്നു. ഈ സിവിൽ വാറിൽ സംഭവിച്ച നഷ്ടത്തെയും മറ്റ് സംഭവങ്ങളിൽ അമേരിക്കക്കാർക്ക് വന്നിരിക്കുന്ന നഷ്ടത്തെയും വിവരിക്കുന്ന ഒരു ചാർട്ടാണിത്. അതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗൾഫ് വാർ നടന്നപ്പോൾ വെറും 258 പേരാണ് അമേരിക്കക്കാർ മരിച്ചത്. സ്പാനിഷ് അമേരിക്കൻ വാർ നടന്നപ്പോൾ 2446, ഇറാഖ് അഫ്ഗാനിസ്ഥാൻ യുദ്ധം നടന്ന സമയത്ത് 6626, മെക്സിക്കൻ വാർ നടന്നപ്പോൾ 13283, ഇങ്ങനെ അവരുടെ റെവല്യൂഷണറി വാർ നടന്നപ്പോൾ 25000, അതേപോലെ ഫസ്റ്റ് വേൾഡ് വാർ നടന്നപ്പോൾ 1,16,000, സെക്കൻഡ് വേൾഡ് വാർ നടന്നപ്പോൾ 4,50,000 എന്നാണ് കണക്കെങ്കിൽ ഈ സിവിൽ വാർ ആഭ്യന്തര യുദ്ധം നടന്ന സമയത്ത് 6,20,000 പേര് അല്ലെങ്കിൽ 8,50,000 പേര് ഈ സിവിൽ വാറിൽ കൊല്ലപ്പെട്ടു. പ്രവാചകന്റെ കാലഘട്ടത്തിൽ നടന്ന യുദ്ധത്തിൽ മൊത്തം 1000-ൽ താഴെ ആളുകൾ മരണപ്പെട്ടതിൻ്റെ കാര്യത്തിൽ വിമർശിക്കുന്ന ആളുകളാണ് ഇവിടെ 8 ലക്ഷമോ അല്ലെങ്കിൽ 6 ലക്ഷം പേരെ കൊന്ന എബ്രഹാം ലിങ്കനെ സംബന്ധിച്ച് വളരെ നല്ല മനുഷ്യനായിട്ടും അതേപോലെ പുഷ്പം പോലെ കാര്യങ്ങളൊക്കെ പരിഹരിച്ചു എന്ന് പറയുന്നത്. അങ്ങനെ ഈ സിവിൽ വാറിൻ്റെ ഭാഗമായിട്ടാണ് 1863 എബ്രഹാം ലിങ്കൺ ഈ ഇമാൻസിപ്പേഷൻ പ്രൊക്ലമേഷനൊക്കെ നടത്തുന്നത്. അതേപോലെ തന്നെ 1833 ബ്രിട്ടനിൽ സ്ലേവറി അബോളിഷൻ ആക്ട് നടക്കുന്നത്. ഇന്ത്യയിൽ സ്ലേവറി ബാൻ ചെയ്യുന്നത് 1843, ഫ്രാൻസിൽ 1792. ഇങ്ങനെ തുടങ്ങി ഇതൊക്കെ തന്നെ ബാൻ ചെയ്യുന്നതിന് വ്യക്തമായ ഒരു പുതിയ സാമൂഹ്യ രാഷ്ട്രീയ പശ്ചാത്തലം ഉണ്ടായിരുന്നു നമ്മൾ മനസ്സിലാക്കണം. പിന്നീട് അവർ ഇൻ്റർനാഷണൽ കൺവെൻഷൻസ് നടത്തി. അങ്ങനെ 1926 ലീഗ് ഓഫ് നേഷൻസിൻ്റെ ഭാഗമായും 1948 UN ഭാഗമായിട്ട് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ഭാഗമായി സ്ലേവറി കംപ്ലീറ്റ് ആയിട്ട് ബാൻ ചെയ്തു. ഇങ്ങനെ ഒരു നീണ്ട പ്രോസസ്സിങ്ങിലൂടെയാണ്, ഒരു സാമൂഹിക മാറ്റത്തിലൂടെയാണ്, രാഷ്ട്രീയ മാറ്റത്തിലൂടെയാണ് ഈ പറയപ്പെടുന്ന സ്ലേവറി ബാൻ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത്. എന്നാൽ ഇത്രയൊക്കെ ആയിട്ടും ഇപ്പോഴും യുദ്ധത്തടവുകാരായിട്ടുള്ള ആളുകളുടെ വിഷയത്തിൽ നമ്മൾ ഈ ഇൻ്റർനാഷണൽ ട്രീറ്റിയിൽ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ നടത്താതെ ഇപ്പോഴും സ്ലേവറിക്ക് സമാനമായ അല്ലെങ്കിൽ അതിനെക്കാട്ടിൽ ഭീകരമായ രൂപത്തിലുള്ള മനുഷ്യാവകാശ ധ്വംസനങ്ങളൊക്കെ ലോകത്ത് നടക്കുന്നുണ്ടെന്നുള്ളതും മറ്റൊരു കാര്യം. ഇങ്ങനെ ഈ അടിമത്വവുമായി ബന്ധപ്പെട്ട ലോക ചരിത്രം, മനുഷ്യ ചരിത്രം നമ്മൾ കൃത്യമായി പരിശോധിക്കുകയും അതിനെ വിലയിരുത്തുകയും ചെയ്താൽ ഇസ്ലാമിൻ്റെ നിലപാടിനെ അവർക്ക് ഉൾക്കൊള്ളുന്നതിന് യാതൊരു പ്രശ്നവും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ഈ വിഷയങ്ങളെ വിമർശിക്കുന്ന ആളുകൾ ഉപരിപ്ലവമായി എന്തെങ്കിലും പറയാതെ കാര്യങ്ങളെ വസ്തുനിഷ്ഠമായി പരിശോധിക്കുകയും ഇസ്ലാമിൻ്റെ നിലപാട് അത് നീതിയുക്തമാണോ, അത് പ്രായോഗികമാണോ എന്നുകൂടി വിലയിരുത്തണമെന്ന് വളരെ സ്നേഹത്തോടുകൂടി നിങ്ങളോടെല്ലാം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.